അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി സ്പിരിറ്റ്. ഇത് കുറഞ്ഞത് അത് കൂടിയത്. ഏത് കുടുംബമാ? ആ കുടുംബത്തിലുള്ളവനെ കല്യാണം കഴിച്ചു കൊടുക്കുള്ളൂ എന്ന് ഒരുപാട് വാശി പിടിക്കുന്നത് കൊണ്ടാണ് ഇന്ന് പിള്ളേർ പല വഴിക്കൊക്കെ പോകുന്നത്. ഇന്നത്തെ യങ് ജനറേഷനെങ്കിലും ഇതിനെതിരെ തീരുമാനമെടുക്കണം. ഞാനത് പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞത് നമ്മളെല്ലാം ഒന്നെന്നാ. ഇതെല്ലാം മതം അടിച്ചേൽപ്പിച്ചതാണ്, ജാതിയും മതവുമല്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശുവിൻ്റെ രാജ്യം പ്രസംഗിക്കുന്ന നമുക്ക് ഒരു വിപ്ലവാത്മകമായ മാറ്റമുണ്ടാക്കി കാണിച്ചു കൊടുക്കണം. യേശുവിൽ നമ്മളെല്ലാവരും ഒന്നാണെന്ന്. ഹല്ലേലൂയ. അതിനുള്ള സമയമായിരിക്കുക. തമിഴ്നാട്ടിൽ പോയാലും ആന്ധ്രയിൽ പോയാൽ അതിനേക്കാളും അപ്പുറം. മുമ്പിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ആരാധന. അപ്പോൾ ഒന്നാമത് ആവശ്യം മതത്തിന് ഒരു ആലയം, രണ്ടാമത് പുരോഹിതൻ, മൂന്നാമത്തത് ആരാധന വേണം. എന്താണ് ആരാധന? ആവർത്തന പുസ്തകം 16-ാം അധ്യായം 11-ാം വാക്യം, 12-ാം അധ്യായം 7-ാം വാക്യം വായിച്ചാട്ടെ. ആവർത്തന പുസ്തകം 16, 11, 12-7 വായിച്ചേ. അവിടെ പറയുന്നു എന്താണ് ദൈവം ആരാധനയെക്കുറിച്ച് ആദ്യമായി ഉദ്ദേശിച്ചെന്നറിയാമോ? വായിച്ചാട്ടെ. നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ ദാസനും ദാസിയും നിന്റെ പട്ടണങ്ങളിലുള്ള ലേവ്യനും നിന്റെ ഇടയിലുള്ള പരദേശിയും അനാഥനും വിധവയും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ സന്തോഷിക്കണം. നോക്ക്, അവിടെ പറയുന്നു നിന്റെ ദാസൻ, നിന്റെ ദാസി, നിന്റെ അനാഥൻ, നിന്റെ വിധവ എല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കണം. ഹല്ലേലൂയ. 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ അവിടെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾ ഭക്ഷിക്കുകയും നിങ്ങളുടെ സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതിനെ കുറിച്ച് നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും സന്തോഷിക്കുകയും വേണം. നോക്കുക, നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും എല്ലാവരും സന്തോഷം. എന്താണ് ആരാധന എന്ന് പറഞ്ഞാൽ? ആരാധന എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ കൺസെപ്റ്റ് അനുസരിച്ച് ഒരുമിച്ച് കൂടണം. ആരൊക്കെയാണ് കൂടേണ്ടത്? ആര് കൂടണം? നിന്റെ ദാസൻ, നിന്റെ ദാസി, നിന്റെ സഹോദരൻ, അടിമ, മകൻ, മകൾ, എല്ലാവരും, ലേവ്യൻ ഒരുമിച്ച് കൂടിയിട്ട് എന്ത് ചെയ്യണം? ഒരുമിച്ച് കൂടിയിട്ട് എങ്ങനെ സന്തോഷിക്കണം? സന്തോഷിക്കണമെങ്കിൽ എന്ത് കിട്ടണം? നമുക്ക് ചാപ്പാട് കിട്ടണം. അങ്ങനെയല്ല ഇവിടെ ഇരിക്കുന്നത്. ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിക്കണം. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യു മസ്റ്റ് ഹാവ് എ ഫെലോഷിപ്പ്. അപ്പൊ കർത്താവ് പറഞ്ഞത് അന്ന് ദൈവം തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഒരുമിച്ച് കൂടി, അവിടെ ആണും പെണ്ണും വ്യത്യാസമില്ല, ദാസനും സ്വതന്ത്രനും വ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല, എല്ലാവരും ഒരുമിച്ച് കൂടി സന്തോഷിക്കണം, ഭക്ഷണം കഴിക്കണം. കൂട്ടായ്മ. ഇറ്റ്സ് ഫോർ എ ഫെലോഷിപ്പ്, മാറ്റർ ഓഫ് ഫെലോഷിപ്പ്. അപ്പോൾ അവിടെ ഈ ഫെലോഷിപ്പ് ഉണ്ടാകുമ്പോഴേ ആരാധന. അതാണ് 133-ാം സങ്കീർത്തനം. സഹോദരി സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് ശുഭവും മനോഹരവും. അവിടെയാണ് അഭിഷേകം, അവിടെയാണ് ജീവൻ, ഒരുമിച്ച് കൂടുമ്പോൾ. എന്നാൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി സന്തോഷിക്കണം എന്നുള്ളത് കൊണ്ടാണ് ദൈവം പറഞ്ഞത് നിനക്ക് ഒരു സ്ഥലത്തെ യാഗപീഠം പണിയാം, 2 സ്ഥലത്ത് പണിയരുത്. അല്ലാതെ യെരുശലേമിന് പ്രത്യേകത ഉണ്ടായിരുന്നുകൊണ്ടൊന്നും അല്ല. ചില ആൾക്കാർ ചിന്തിക്കുന്നത് യെരുശലേമിന് എന്തോ. നോ, കർത്താവ് പറഞ്ഞു നിനക്ക് തോന്നുന്നിടത്തെല്ലാം യാഗപീഠം പണിയരുത്. കാരണം എന്താണ്? അങ്ങനെ പണിതാൽ ആൾക്കാർ പിന്നിച്ചു പോകും. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ശലോമോന് ശേഷം യെരോബയാമും രഹോബയാമും വന്നപ്പോൾ ഒരു കൂട്ടം പേർ ശമര്യയിലേക്ക് പോയി. 10 ഗോത്രം 2 കൂട്ടം പേർ ഇവിടെ വന്നു. അവിടെ ഭിന്നിപ്പുണ്ടായി. അവിടെ പോയി യാഗപീഠം പണിതു. കുറേ പേർ അവിടെ ആരാധിച്ചു, ഇവിടെ കുറേ പേർ ആരാധിച്ചു. ആരാധന 2 സ്ഥലത്തായി. ആരാധനയുടെ പേരിൽ തന്നെ 2ആയി. ഒരു സ്ഥലത്തെ കൂടി വരാമെന്ന് ദൈവം പറഞ്ഞത് 2ആയി. ഇപ്പോൾ ശമര്യയിലും ആൾക്കാർ ആരാധിക്കുന്നു, ഇവിടെയും ആരാധിക്കുന്നു. അവിടെ പോയവർ പറഞ്ഞു നമുക്ക് ഇവിടെ ആരാധിക്കാം, അവിടെ പോകണമെന്നില്ല. ഇവിടെ വന്നവർ പറഞ്ഞു ഇവിടെ തന്നെ ആരാധിക്കണം. ഇങ്ങനെ വർഷങ്ങളോളം കടന്നുപോയി. ആരാധനയുടെ പേരിൽ സ്വന്തം സഹോദരങ്ങളാണ് യാക്കോബിന്റെ മക്കൾ അല്ലേ, 10 ഗോത്രം, 10 മക്കളുടെ ഗോത്രം 2ഉം. ആരാധനയുടെ പേരിൽ പിരിഞ്ഞ് ശമര്യയിൽ പോയപ്പോൾ ഈ 2 ഗോത്രങ്ങളിലുള്ള യഹൂദന്മാരെന്ന് പറഞ്ഞവർ പറഞ്ഞു അവരെ വിളിച്ചത് നായ്ക്കൽ. ഒന്നും അങ്ങനെയല്ലേ? ആരാധനയുടെ പേരിൽ പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ബന്ധവുമില്ല. പിരിയുന്നത് എന്തിന്റെ പേരില? ദൈവത്തിന്റെ പേരില. അതാണ് മനസ്സിലാവാത്ത നമുക്ക്. ദൈവത്തിന്റെ പേരിൽ കുടുംബവും എല്ലാം വിട്ടു പിരിഞ്ഞ് പോകുന്നവര് പിന്നെ ഇവരുമായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ നായ്ക്കളാവര്, പുറജാതികൾ എന്ന് കരുതിയിരുന്നു കേട്ടോ. അത് തന്നെയാണ് ശമര്യയിലും യഹൂദന്മാരും തമ്മിൽ കരുതിയിരുന്നത്. അങ്ങനെ കരുതിയിരിക്കുമ്പോൾ പ്രോഗ്രസീവ് റെവലേഷൻ, യേശു വരികയാണ്. യേശു നേരെ ശമര്യയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിരുന്നു. ഒരു സ്ത്രീ വരുന്നു, വെള്ളം ചോദിക്കുന്നു. ആ ഇൻട്രാക്ഷനൊക്കെ നിങ്ങൾക്കറിയാം. എന്നിട്ട് യേശു പറയുകയാണ്, സ്ത്രീയെ
ശമരിയയിലുമല്ല, യെരുശലേമിലുമല്ല. ആ മലയിലുമല്ല, ഈ മലയിലുമല്ല. ഇവിടെ ആരാധിക്കണമോ, ശമരിയയിൽ ആരാധിക്കണമോ, യെരുശലേമിൽ ആരാധിക്കണമോ, പള്ളിയിൽ ആരാധിക്കണമോ, അമ്പലത്തിൽ ആരാധിക്കണമോ, മോസ്കിൽ ആരാധിക്കണമോ, അല്ലേ, ഗുരുദ്വാരയിൽ ആരാധിക്കണമോ, സ്ഥലത്തിന് യാതൊരു പ്രത്യേകതകളുമില്ല. സ്ഥലത്തിനല്ല പ്രത്യേകത. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലാണ് ആരാധന തുടങ്ങേണ്ടത്. അവനവന്റെ ആത്മാവിൽ. അത് ഉള്ളിലാണ് തുടങ്ങേണ്ടത്. കാരണം ദൈവം ഇരിക്കുന്നത് ഉള്ളിലാണ്. ഇത് കർത്താവ് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരാധനയുടെ പേരിൽ മാറി നിൽക്കേണ്ട കാര്യമില്ല. ദൈവത്തെ ആരാധിക്കുന്നവർ സത്യമായി ആത്മാവിലുള്ള ആരാധിക്കും എന്നുള്ള നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് കർത്താവ്. ഹല്ലേലൂയ. അപ്പോ മതത്തിനാവശ്യം 1 ആലയം, 2 പുരോഹിതൻ, 3 ആരാധന. ഇതെല്ലാം കർത്താവ് മാറ്റുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിനക്ക് സഹോദരനോട് വിരോധമുണ്ടെങ്കിൽ നിന്റെ വഴിപാട് വെച്ച്, സഹോദരൻ നിന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വഴിപാട് വെച്ചിട്ട് പോയി സഹോദരനോട് നിരന്നും വന്നിട്ട് എന്നെ ആരാധിച്ചാൽ മതി, വഴിപാട് അർപ്പിച്ചാൽ മതി. ഞാൻ വഴിപാടിലല്ല, യാഗത്തിലല്ല, ആരാധനയിലല്ല, കരുണയിലാണ് ഞാൻ പ്രസാദിക്കുന്നത്. റോമർ 12:1. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, റോമർ 12:1, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് അർപ്പിക്കും. ശരീരങ്ങളെ, പ്രസന്റ് യുവർ ബോഡീസ്. എന്താണ് ബോഡീസ്? വി ഹാവ് ലോട്ട് ഓഫ് ബോഡീസ്, അല്ലേ? നമുക്ക് ഒരുപാട് ശരീരങ്ങളുണ്ട്. ഒരാളിന് പല ശരീരങ്ങളുണ്ട്. ഉണ്ടോ? ഒരാളിന് തന്നെ പല ശരീരങ്ങളുണ്ട്. പല സമയത്ത് പല സ്വഭാവങ്ങൾ കാണിച്ചിട്ടില്ലേ? നിങ്ങൾ കാണിക്കാറില്ലേ? എത്ര മൃഗങ്ങളുടെ സ്വഭാവം നിങ്ങൾ കാണിക്കും? പല പല സ്വഭാവങ്ങൾ. അതാണ് ബോഡീസ്. പ്രസന്റ് യുവർ ബോഡീസ് ആസ് ലിവിങ് സാക്രിഫൈസ്. അത് കത്തി കരിയട്ടെ. കർത്താവിൻ്റെ യാഗപീഠത്തിലിരുന്ന് നിങ്ങളുടെ ശരീരങ്ങൾ, നിങ്ങളുടെ പല ശരീരങ്ങൾ, കത്തിക്കരിയേണ്ട ശരീരങ്ങൾ കത്തിക്കരിഞ്ഞ്, എല്ലാ ഈഗോകളും കത്തിക്കരിഞ്ഞ്, അഹംഭാവങ്ങൾ കത്തിക്കരിഞ്ഞ്, പാപശരീരങ്ങൾ കത്തിക്കരിഞ്ഞ്, കർത്താവിൻ്റെ യാഗപീഠത്തിൽ കത്തിക്കരിഞ്ഞ ശരീരത്തിലെ സുഗന്ധം സ്വർഗത്തിലേക്ക് ഉയരണം. ആ ആരാധന നടക്കേണ്ടത് മനുഷ്യന്റെ ഉള്ളിലാണ്. കത്തേണ്ടത് ഉള്ളിലാണ്. ഉള്ളിൽ ദൈവവചനം കേൾക്കുമ്പോൾ അത് കത്തണം. അങ്ങനെ കത്തി 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 അനാവശ്യമായ എല്ലാ ശരീരങ്ങളും കത്തിക്കരിഞ്ഞ് ചാമ്പലാകണം. ആരാധനയാണ് ദൈവത്തിന് ബുദ്ധിയുള്ള ആരാധന. കൈയടിച്ചുറക്കെ സ്തുതിക്കുമ്പോഴും, ശക്തിയേറിയ ഭാഷയിൽ ശക്തിയേറിയ ശബ്ദത്തിൽ അന്യഭാഷ പറയുമ്പോഴും നിന്റെ ശരീരം അല്പം പോലും കത്താതെ പച്ചത്തടി പോലിരിക്കാം. ഒരു കത്തലുമില്ല അതിന്. നിന്റെ ശരീരങ്ങൾ, നീ അന്യഭാഷ പറയുന്നുണ്ട്, ഉറക്കെ ഹല്ലേലൂയ പറയുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, നൃത്തം ചെയ്യുന്നുണ്ട്, താഴെ വീഴുന്നുണ്ട്, പക്ഷെ നിന്റെ ശരീരത്തിൽ അല്പം പോലും കത്തൽ വന്നിട്ടില്ല. കത്തേണ്ടത് ശരീരമാണ്. നിന്റെ ശരീരങ്ങൾ കത്തണം. അത് നിന്റെ ആത്മാവിൽ കത്തണം. കത്തി കരിഞ്ഞ് ഭസ്മമായി, താഴ്മയായി, സൗമ്യനായി, യേശുവിൻ്റെ സ്വഭാവത്തോട് ചേരുന്ന അനുഭവത്തിൽ നീ ആരാധിക്കണം. അതിന് ശബ്ദകോലാഹലങ്ങളൊന്നും വേണമെന്നില്ല. വേണമെങ്കിൽ ഉപയോഗിക്കാം, അത്യാവശ്യമില്ല. വഴിപാടിലുള്ള യാഗത്തിലാണ് ഞാൻ പ്രസാദിക്കുന്നത്. അടുത്ത് മതത്തിനാവശ്യം ആചാരമാണ്. ശബത്ത് വളരെ പ്രധാനമാണ് യഹൂദനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ യേശു കർത്താവ് സൗഖ്യമാക്കുകയും അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ കാളയോ ആടോ വെള്ളത്തിൽ വീണാൽ അതിനെ നിങ്ങൾ ശബത്തിൽ എടുക്കില്ലേ? നിങ്ങൾ ശബത്തിൽ തന്നെ പരിച്ഛേദന ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് ശബത്തിൽ വിഹിതം? മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു. ആചാരം, ഉപവാസവും നോമ്പ് നോക്കുന്നതും വളരെ പ്രധാനമാണ് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം. യേശു പറയാണ്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ വാടിയ മുഖം കാണിക്കരുത്. അടുത്ത് പറയുന്നു, നിങ്ങൾ ഉപവസിക്കുമ്പോൾ ദൈവമല്ലാതെ ആരും അറിയരുത്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ മത്തായി സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 18 വരെ, അദൃശ്യനായ ദൈവമല്ലാതെ മറ്റാരും അറിയാതെ നീ ഉപവസിക്കണം. നടക്കണോ? ഇപ്പം എത്രത്തോളം നോട്ടീസ് അടിക്കാമോ അത്രത്തോളം നോട്ടീസ് അടിച്ചാണ് ഇന്നത്തെ ഉപവാസം. കർത്താവ് പറയുന്നത്, യേശു പറയുന്നത്, നീ ഉപവസിക്കുമ്പോൾ നിന്റെ അദൃശ്യനായ ദൈവം മാത്രമേ അറിയാവൂ. ഹല്ലേലൂയ. നീ വാടിയ മുഖം പോലും കാണിക്കരുത്. എന്നിട്ട് ആ കോണ്ടക്സ്റ്റിലാണ് പറയുന്നത്, പഴയതും പുതിയതും ചേർത്ത് തുന്നരുത്. മറ്റാചാരങ്ങൾ നോക്കുക. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കരുത്. വെളിയിൽ ചന്തയിൽ പോയിട്ട്, കർത്താവ് പറയുന്നു, ചന്തയിൽ പോയിട്ട് തിരിച്ചു വന്നാൽ പോലും കൈയും മുഖവും കാലും കഴുകിയിട്ടേ വന്ന് ഭക്ഷണം കഴിക്കാവൂ. നല്ല കാര്യമാണ്. ഇത് ആചാരമായി മാറി. പല നല്ല കാര്യങ്ങളും ആചാരമായപ്പോൾ കർത്താവ് മനഃപൂർവ്വം കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു.
കർത്താവ് വൃത്തിയില്ലാത്ത ആളായതുകൊണ്ടല്ല, ഇവരൊരു പാഠം പഠിപ്പിക്കാനാ. അപ്പോൾ പറഞ്ഞു, കണ്ടോ ഇവൻ വെളിയിൽ പോയിട്ട് കൈ കഴുകാതെ വന്നിരിക്കുന്നു. അപ്പോൾ കർത്താവ് പറയാണ്, ഉള്ളിലേക്ക് പോകുന്നതല്ല, അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നതുണ്ടല്ലോ, നിന്റെ മനസ്സിലിരിക്കുന്നത്, നിന്റെ ഹൃദയത്തിൽ തന്നെ വ്യഭിചാരം, ദുശ്ചിന്ത, പാപം, അത് എക്സെട്ര എക്സെട്ര, ഇതെല്ലാം നിന്റെ ഉള്ളിലിരിക്കുകയാണ് സ്നേഹിത. അതുകൊണ്ട് അകത്തേക്ക് പോകുന്നതല്ല, പുറത്തേക്ക് വരുന്നതാണ് നിന്നെ അശുദ്ധനാക്കുന്നത്. അവിടെ ഒരു പാഠം പഠിപ്പിക്കാനാണ്. അപ്പം മതത്തിൻ്റെ ആചാരങ്ങൾ, മതത്തിൻ്റെ ആരാധന രീതി, മതത്തിൻ്റെ ശബത്ത്, മതത്തിൻ്റെ പുരോഹിതൻ, മതത്തിൻ്റെ ആലയം, ഇതെല്ലാം കർത്താവ് തകർക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഒരുവനെ കടലും കരയും കടന്ന് മതത്തിൽ ചേർക്കും, ഒടുവിൽ ഇരട്ടിച്ച നരകയോഗ്യനാക്കി തീർക്കും. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കാലം കഴിഞ്ഞപ്പോൾ കാലക്രമേണ കൊണ്ട് യേശുക്രിസ്തു മതത്തിൽ നിന്നും മതാതീതമായ ആത്മീയത പ്രസംഗിച്ചു. മതാതീതമായി ജനങ്ങളെ നിത്യജീവൻ അവകാശിയാക്കി തീർക്കണമെന്ന് ഭാരപ്പെട്ടു. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ പഠിപ്പിക്കലുകളും എന്തായിത്തീർന്നു? പ്രസംഗിക്കാതെയും പറയാതെയും യേശുവിനെ വിശ്വസിച്ച് വന്നവരും ക്രിസ്തു മതം എന്നൊരു മതമുണ്ടാക്കി മാറ്റി. ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് യേശുവിനെ മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരണം. നമ്മൾ എത്ര പേര് തയ്യാറുണ്ട് അതിനു വേണ്ടി? യേശുവിനെ മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നും, you have to bring Jesus out of the pulpit of religion. യേശു മതത്തിനകത്താ. മതത്തിലുള്ള യേശുവിനെ ഇന്ന് ഭാരതീയൻ ആവശ്യമില്ല. കാരണം ഇതിനേക്കാൾ വലിയ തത്വങ്ങൾ അവൻ്റെ കയ്യിലുണ്ട്. ഭാരതീയൻ ആവശ്യം മതത്തിൻ്റെ പുറത്തുള്ള നിത്യജീവനായ, ജീവന്റെ അപ്പമായ, ജീവന്റെ വഴിയായ യേശുവിനെയാണ്. അത് അവൻ്റെ സ്വന്തമാണ്, നിങ്ങളുടെ മാത്രം വകയല്ല. അവനാണ് നിങ്ങൾക്ക് മുമ്പേ ചെല്ലുമെന്നാണ് യേശു പറഞ്ഞത്. ഇവിടെ മാനസാന്തരം തുടങ്ങേണ്ട നമ്മുടെ ഇടയിലാണ്. യേശു ശിഷ്യന്മാരെ അയച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആരും ജാതികളുടെ ഇടയിൽ പോണ്ട. അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. നിങ്ങൾ ആദ്യം ഇസ്രായേലിൽ ഗോത്രത്തിലേക്ക് തന്നെ പോകുവിൻ. ഇന്നാണ് കർത്താവ് എന്നാ പറയും, നിങ്ങൾ ആരും വെളിയിൽ പോകണ്ട, ക്രിസ്ത്യാനികളെടുക്ക തന്നെ പോയി പ്രസംഗിക്കുവിൻ. അങ്ങനെയാണ് യേശു അന്ന് പറഞ്ഞത്. രണ്ടാം പ്രാവശ്യം അയച്ചപ്പോഴാണ് പറഞ്ഞത്, ഇനി നിങ്ങൾ സകല ജാതികളുടെ ഇടയിലും പോകുവിൻ. അർത്ഥം എന്താ? ആദ്യം ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ ഒരു ശുദ്ധീകരണവും ഒരു തിരിച്ചുവരവും യഥാർത്ഥമായ യേശുവിൻ്റെ ഉപദേശങ്ങളിലേക്ക് വരണം. പിന്നെ മതി മറ്റുള്ളവന് അടുത്തേക്ക് പോയി പറയുന്നത്. നല്ല മലയാള ഭാഷയിൽ പറഞ്ഞാൽ ആദ്യം സ്വന്തം കാര്യം ചെയ്യുക, നന്നാക്കുക. ആദ്യം സ്വന്തമായിട്ട് നന്നായിട്ട് മതി, അടുത്ത നന്നാക്കുക. ഇതാണ് കർത്താവ് പറഞ്ഞത്. വേറൊരു ബുദ്ധി പറഞ്ഞത്, നിന്റെ സ്വന്തം കണ്ണിലെ തടിക്കഷണം എടുത്ത് മാറ്റിയിട്ട് വേണം അന്യൻ്റെ കണ്ണിലെ ചെറിയ കരടെടുത്ത് മാറ്റുവാൻ നീ പോകാൻ. നോക്കുക, അതെല്ലാം ശക്തമായ ഉപദേശങ്ങളാണ്. അപ്പം നമ്മളുടെ ഇടയിൽ തന്നെ ആദ്യം ഒരു മാറ്റം ഉണ്ടാകാൻ തുടങ്ങും. അടുത്ത മൂന്നാമത്തെ ഭാഗം പറയാനുള്ളത്, യേശുവിൻ്റെ ഉപദേശത്തിലാണ് ആദ്യമായിട്ട് മനുഷ്യൻ ഒന്നാണെന്ന് പ്രഖ്യാപിച്ചത്. മത്തായി സുവിശേഷം 23:9-12 വരെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്, ഒരുത്തനത്രയും നിങ്ങളുടെ പിതാവ്, നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്. അപ്പം നമ്മുടെ ചിന്തയിൽ ഒരു പരിധിവരെ നമ്മൾ ഒന്നാണെന്നുള്ള ചിന്തയുണ്ട്. ഇനി കുറച്ചുകൂടെ അത് പ്രാവർത്തികമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഞാൻ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവെ, ഈ ലോകത്തിലുള്ള നമ്മുടെ ഭാരതത്തിലുള്ള എല്ലാ ദളിതരും, എല്ലാ ഒപ്രസ്ഡ് സൊസൈറ്റി, ആദിവാസി സമൂഹങ്ങൾ രക്ഷിക്കപ്പെടണമേ, രക്ഷിക്കപ്പെട്ട് യേശുവിലേക്ക് വരണമേ എന്ന് പറയാറുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഥവാ നിർഭാഗ്യവശാൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന അങ്ങ് കേട്ടെന്നിരിക്കട്ടെ, കേട്ടിട്ട് ഈ എല്ലാ ആദിവാസികളെയും ദളിതരെയും പിന്നെ ഈ പാവപ്പെട്ട ആൾക്കാരൊക്കെ രക്ഷിക്കപ്പെട്ട് വന്നാൽ 2 കൈ നീട്ടി പ്രാർത്ഥിച്ച നിങ്ങൾ സ്വീകരിക്കുമോ? സഹോദര വരിക, സഹോദരി വരിക എന്ന് ക്ഷണിക്കുമോ? നിങ്ങളുടെ കുടുംബത്തിലേക്ക് അവരെ സ്വാഗതം ചെയ്യുമോ? അവർ പ്രതീക്ഷിച്ചു വരുന്നത് ക്രിസ്തു കുടുംബമെന്നാണ്. ദൈവരാജ്യം, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കേട്ടിട്ടില്ലേ പ്രസംഗങ്ങൾ? ഇതെല്ലാം കേട്ടിങ്ങോട്ട് വരുമ്പോഴാണ് അറിയുന്നത് ഇതിനൊരു സെൻട്രൽ പാസ്റ്റർ വേറെ, മറ്റതിന് സെൻട്രൽ പാസ്റ്റർ വേറെ. ഒരേ പേരുള്ള ഒരേ സഭകൾക്ക് ഇവിടെ ഒരു സെൻട്രൽ പാസ്റ്റർ, അത് പ്രത്യേക വിഭാഗം, അപ്പുറത്ത് പ്രത്യേക വിഭാഗം. ഒരു ക്രൈസ്റ്റ് ചർച്ച്, ഒരു MM ചർച്ച്. ഇത് അതുപോലെ അത് മെയിൻ ലൈൻ ചർച്ച്. പെന്തക്കോസ്ത് വിഭാഗങ്ങളിലുണ്ട് വളരെ ശക്തമായ ജാതി വ്യത്യാസം. പിന്നെ എന്താ ഈ പ്രസംഗം? ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നത് ജാതിയിലുള്ളവനാണ്. ക്രിസ്തുവിൽ ഒന്നെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയും? ഇതിനൊരു മാറ്റം വന്നേ തീരൂ യേശുവിൻ്റെ നാമത്തിൽ. അത് ഞാൻ യങ് ജനറേഷനെ ചലഞ്ച് ചെയ്യുകയാണ്. എനിക്കറിയാം, എന്നാലേ നടക്കുള്ളൂ. അല്ലാതെ പറഞ്ഞിട്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല. So I would like to challenge the young people, come forward. This is a challenge I want to put forth before you. യേശു നിങ്ങളെ വിളിക്കുക. യേശുവിൽ നമ്മളെല്ലാവരും ഒന്നെന്ന് സമൂഹത്തിൽ തെളിയിക്കണം. നമ്മൾ
അല്ലാതെ കേട്ടിട്ട് വെറുതെ പോകരുത്. യേശു പറഞ്ഞതാ, മനുഷ്യൻ ഒന്നാ, നമ്മളെല്ലാവരും ഒന്നാ. ഇത് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ്, അടുത്ത ഇടയ്ക്കാണ് നാരായണ ഗുരു പറഞ്ഞത് അല്ലേ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുന്നു. എത്രയോ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു പറഞ്ഞതാ. ഹല്ലേലൂയ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഏതാണ് ആ ജാതി? SNDP. അതും കുറേ അതൊരു ദൈവമായി. അദ്ദേഹം നല്ല ഉദ്ദേശത്തോടെ, ഒരു നല്ല മനുഷ്യനാണ്, നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു ജാതിയേ ഉള്ളൂ, ഒരു മതമേ ഉള്ളൂ, എല്ലാവർക്കും ഒരു ദൈവമേ ഉള്ളൂ, ഒരേ ഒരു ദൈവം. അവസാനം അതിനെ ഉണ്ടാക്കി വെച്ച് ആരാധിക്കാൻ തുടങ്ങി. മനുഷ്യൻ്റെ അധപ്പതനം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ന്യായപ്രമാണത്തെക്കുറിച്ച് യേശുവിൻ്റെ ഉപദേശം, മതത്തെക്കുറിച്ച് യേശുവിൻ്റെ ഉപദേശം, ഐക്യത്തെക്കുറിച്ച്, മാനവികതയെക്കുറിച്ച്, മനുഷ്യൻ ഒന്നാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള യേശുവിൻ്റെ, നമ്മളെല്ലാവരും ഒന്നത്രേ, ഒരപ്പൻ്റെ മക്കളാണ്. ഏതോ സ്ഥലത്തൊക്കെ ചിന്ന ഭിന്നമായി പോയപ്പോൾ നമ്മുടെ ഹെറിഡിറ്റി കൊണ്ടും എൻവയോൺമെൻറ്റ് കൊണ്ടും, ദ പേഴ്സണൽ ബിഹേവിയർ ചേഞ്ചസ് അക്കോർഡിംഗ് ടു 2 ഫാക്ടേഴ്സ്. 2 ഫാക്ടർ കൊണ്ടാണ് പേഴ്സണൽ ബിഹേവിയർ മാറുന്നത്. ഒന്ന് ഹെറിഡിറ്റി മാറുന്നത് ക്രോമസോം മാറുമ്പോഴാണ്, സയൻസ് പഠിച്ചവർക്കറിയാം. രണ്ടാമത്തെ എൻവയോൺമെൻറ്റ് ചേഞ്ച് കൊണ്ടും മാറും. ഫെറൽ കേസ് ഒരു വലിയൊരു കേസ് പഠിച്ചിട്ടുണ്ട്. ആ കേസ് സ്റ്റഡി പറയുന്നത്, ഒരു കൊച്ചുകൂട്ടി ചെന്നായ്ക്കളുടെ കൂടെ കൂടി ചെന്നായ പോലെ ആയിപ്പോയെന്നാണ്. ഇറ്റ് ഈസ് പ്രൂവ്ഡ്. ഇത് തമാശയല്ല, തെളിയിച്ചിട്ടുണ്ട്. ഫെറൽ കേസ്, അങ്ങനെ പല കേസുകൾ. അത് എൻവയോൺമെൻറ്റ് മാറ്റുന്നതാണ് മനുഷ്യനെ. ഹെറിഡിറ്റിയും എൻവയോൺമെൻറ്റും കൊണ്ടും നമുക്ക് മാറ്റങ്ങൾ വന്ന് മനുഷ്യൻ പല കളറിലും, പല ഭാവത്തിലും, പല പൊക്കം കുറഞ്ഞവരും കൂടിയവരും വെളുത്തവരും വെളുക്കാത്തവരും ഇങ്ങനെ പല കളറുകളിലായപ്പോൾ കാലക്രമേണ കൊണ്ട് അവരൊരുമിച്ച് കൂടി, പൊക്കം കുറഞ്ഞവരൊരുമിച്ച് കൂടി, കറുത്തവരൊരുമിച്ച് കൂടി, ഒരേപോലെ സംസാരിക്കുന്നവരൊരുമിച്ച് കൂടി, വെള്ളം കളറുള്ളവരൊരുമിച്ച് കൂടി വന്നപ്പോൾ എന്ത് ചെയ്തു? പലരെയും അടിച്ചമർത്തപ്പെടാൻ തുടങ്ങി പല ഭാഗങ്ങളിലായി. അപ്പം എല്ലാം കൊണ്ടും നമ്മൾ പറയട്ടില്ലേ, സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കും. വെള്ളക്കാരൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ കാര്യമാണെന്ന് ആൾക്കാർക്കൊരു തോന്നലുണ്ട്. ഇന്നും പോയി നോക്കുക, ചില രാജ്യങ്ങളിലൊക്കെ പോകും, വെള്ളക്കാരൻ കയറി അങ്ങ് പോകും. അവന് വലിയ ചെക്കിങ് ഒന്നുമില്ല. ഇന്ത്യക്കാരനെ കാണുമ്പോൾ പിടിച്ചു നിർത്തി എല്ലാം ചെക്ക് ചെയ്യും. അപ്പോൾ വെള്ളക്കാരൻ എന്ന് പറഞ്ഞാൽ അവൻ ഏവനാണ്, അവൻ എത്ര എയ്ഡ്സ് ഉണ്ടെന്ന് പോലും അറിയത്തില്ല. എന്നാൽ അവനെ കയറ്റിവിടും, അവനെന്തോ വലിയ ആളാണെന്ന് കരുതി. അത് സമൂഹത്തിനൊരു ട്രെൻഡ്. അങ്ങനെയാണ് ജാതി വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ ഭാരതത്തിലും വന്നത്. എന്നാൽ നമ്മൾ തിരിച്ചു വരണം. ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും, ഒരു അപ്പൻ്റെ മക്കളാണെന്നുള്ള ബോധത്തിലേക്ക് വരണം. ഇതെല്ലാം തകർക്കപ്പെടണം. നമ്മൾ പ്രസംഗിക്കണം ശക്തമായി. സ്തോത്രം. ഞങ്ങളെ ഏറ്റവും സഹായിക്കുന്ന ഒരു സഹോദരൻ, നമ്മുടെ മിഷണറി വളരെ സഹായിക്കുന്ന ഒരു സഹോദരന് 3 മക്കൾ. രണ്ടാമത്തെ മകൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്നു. ആ മകന് തോന്നി ഒരു നായർ സമുദായത്തിലൊരു പെണ്ണെ കല്യാണം കഴിക്കണം. എന്താ തെറ്റപ്പ? നായർ സമുദായമുണ്ടോ, ദൈവത്തിന് ജാതിയുണ്ടോ? ഇവൻ പോയി കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ അപ്പന് സഹിക്കുമോ? അയ്യോ. അപ്പം എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. I stand with you. Even though the whole society is against you, I am with you, brother. Go ahead. Praise the Lord. എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിച്ചു. കൈ കാണിക്കണം, സൂക്ഷിക്കണം. പിള്ളേരിതെല്ലാം കേട്ട് പോയി കുഴപ്പത്തിൽ പോയി ചാടരുത്. അതുകൂടെ ഞാൻ പറയാം, അതുകൂടെ പറഞ്ഞുകൊണ്ട് അവസാനിക്കാൻ. ഞാൻ പ്രാർത്ഥിച്ചു. എന്തെന്നറിയാമോ? ആ കുട്ടി യേശുവിനെ അറിഞ്ഞു, സ്നാനപ്പെട്ടു, ദൈവകൃപയിലായി സന്തോഷമായിട്ട് ജീവിക്കുന്നു. ലിവിങ് ടുഗദർ, വർഷിപ്പിംഗ് ടുഗദർ. വെരി ഗുഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ, നടത്തട്ടെ. അങ്ങനെ എത്രയോ പേരെ ദൈവം വിളിച്ചു വേർതിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, യേശുക്രിസ്തുവിലായിരിക്കണം. ഇല്ലെങ്കിൽ കുറച്ചാലും കഴിയുമ്പോൾ പറയും, നമുക്ക് ഈ പ്രാവശ്യം ഒന്ന് മാലയിട്ട് അങ്ങ് പോയാലോ, ഒക്ടോബർ നവംബർ മാസം ആകുമ്പോൾ തോന്നും. അങ്ങനെ കുറച്ച് പിന്നെ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് അങ്ങനെ പറ്റത്തില്ല, അത് വചന വിരുദ്ധമാണ്. യേശുക്രിസ്തുവിൽ നിങ്ങളൊന്നത്രേ. ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ഫോർ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ടീച്ചിങ്സ്. ഹല്ലേലൂയ. അതോർത്തോണം. യേശുക്രിസ്തുവിൽ ജാതിയില്ല, മതമില്ല. യേശുവിലാകണം. യേശുവിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും ഒന്നെന്ന് പറയാൻ സാധിക്കണം. യേശുവിലാകണം. മുമ്പിലേക്ക് പോകാം. ധനം, പണത്തെക്കുറിച്ച് കർത്താവ് എന്താണ് ഉപദേശിച്ചത്? ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകമായി കർത്താവ് പറഞ്ഞത്. ഈ പുസ്തകത്തിൽ 150 ഉപദേശങ്ങൾ യേശുക്രിസ്തുവിൻ്റെ. കൊച്ചു പിള്ളേരൊക്കെ നേരത്തെ കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഈ പുസ്തകത്തിൽ 150 ഉപദേശങ്ങൾ, യേശുവിൻ്റെ 150 ടീച്ചിങ്സ് ഓഫ് ക്രൈസ്റ്റ് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് 57-ാമത്തെ ഉപദേശം പറഞ്ഞിരിക്കുന്നത് ധനത്തെക്കുറിച്ചാണ്. ധനം കൂട്ടിവയ്ക്കുന്നത് തെറ്റാണ്. കർത്താവ് പറയുകയാണ്, ഒരു മനുഷ്യൻ അവന് വസ്തുവക ഇഷ്ടം പോലെ ഉണ്ടായി, അവൻ കൃഷി ചെയ്തു, വിളവെടുത്തു. അവൻ പറഞ്ഞു,
കൂട്ടിവെച്ചു എല്ലാം. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. രാത്രി കർത്താവ് ചോദിക്കുകയാണ്, നിന്റെ ആത്മാവിന് ഇന്നെടുത്താൽ നീ എവിടെ പോകും? ഒരുക്കി വെച്ചത്. നമ്മളിത് എത്രയോ പ്രസംഗം കേട്ടതാ. ഇതിൻ്റെ അർത്ഥം എന്താ? പണം കൂട്ടിവെക്കരുതെന്നാണ്. കാരണം ദൈവം നമുക്ക് വേണ്ടി നിങ്ങളുടെ വസ്തുവകകൾ അനുഗ്രഹിക്കപ്പെടാനോ എല്ലാം തന്നത് ഒരുപാട് പേരുടെ കഠിനാധ്വാനവും പ്രവർത്തനവും കൊണ്ടാണ്. അത് സർപ്ലസായി കൂട്ടിവെക്കരുത്, അത് ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യം. ലൂക്കോസ് 12, 16 മുതൽ 21 വരെ. അവിടെ ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്ക വന്ന് പറയുന്നു, യേശുവേ, എൻ്റെ സഹോദരനുമായി അവകാശം പങ്കുവയ്ക്കാൻ ഞാനോട് സംസാരിക്കണം. ഒരു തർക്കമുണ്ടായി. രണ്ട് സഹോദരങ്ങൾ തമ്മിലൊരു തർക്കം. എന്താണ് തർക്കമെന്ന് വെച്ചാൽ, വസ്തു ഷെയറിങ് സമയം വന്നപ്പോൾ, അതുകൊണ്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അപ്പനമ്മമാരെല്ലാം നല്ല സമയത്ത് തന്നെ ഷെയർ ചെയ്ത് വെക്കണം. ഇപ്പോൾ എല്ലാവർക്കും 40 വയസ്സ് കഴിയുമ്പോഴേ PhD കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് PhD എന്നറിയാമല്ലോ അല്ലേ? പ്രഷർ, ഹാർട്ട്, ഡയബറ്റിക്. അതുകൊണ്ട് നേരത്തെ തന്നെ ഷെയറിങ് ഒക്കെ കൃത്യമായിട്ട് വയ്ക്കണം. എത്രയോ മക്കൾ തമ്മിലടിക്കുന്നത് കണ്ടുണ്ട്. എന്തൊക്കെ കൊടുക്കണമെന്നൊക്കെയുള്ളത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവർ, ഇല്ലാത്തവർക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ നേരത്തെയൊക്കെ കറക്റ്റായിട്ട് വയ്ക്കണം. അപ്പോൾ അങ്ങനെ രണ്ട് സഹോദരന്മാർ തമ്മിൽ പ്രശ്നമുണ്ടായി. യേശുവിനെടുക്ക വന്നിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരനുമായി അവകാശം പങ്കുവയ്ക്കുവാൻ ഗുരു നീ കൽപ്പിക്കണമേ. നീ ന്യായകർത്താവാണെന്ന് ഞങ്ങൾക്കറിയാം. ഇന്നാണ് അങ്ങനെ കർത്താവിൻ്റെ അടുക്കൽ, ഇപ്പോൾ എൻ്റെ അടുക്കൽ വന്ന ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ പറയും, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം നിങ്ങൾക്ക് വിഭജിച്ചു തരും. കാരണം ന്യായമായ കാര്യമാണ്, ഒരേപോലെ വിഭജിക്കണം, ദൈവം ന്യായകർത്താവാണെന്നൊക്കെ പറയും. അതുപോലെ തന്നെ യേശുവിൻ്റെ അടുക്കൽ പോയി പറഞ്ഞു, കർത്താവ് നീ ന്യായകർത്താവാണ്, നീ വിഭജിക്കണം. കർത്താവ് അവനെ ഗെറ്റ് ഔട്ട് അടിച്ചു. കർത്താവ് പറഞ്ഞു, ആരാ എന്നെ നിനക്ക് ന്യായകർത്താവാക്കിയത്? അത്യാഗ്രഹം കൊണ്ടാണ് നീ സംസാരിക്കുന്നത്, നീ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് പറഞ്ഞു. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 16 മുതൽ 21 വരെയുള്ള വാക്യം. അപ്പോൾ പലപ്പോഴും നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കർത്താവിനൊരു പോലീസുകാരനായിട്ട്, വസ്തുവക അവകാശം പങ്കുവയ്ക്കുന്നവനായിട്ട്, ഒരു അഡ്വക്കേറ്റായിട്ട്, കേസ് തീർക്കുന്നവനായിട്ട്, മക്കൾക്ക് നല്ല കല്യാണം കഴിപ്പിക്കുന്ന ദല്ലാളായിട്ട്, മാരേജ് ബ്യൂറോ നടത്തുന്ന ഓണറായിട്ടൊക്കെയാണ് യേശുവിൻ്റെ അടുക്ക പോകുന്നത്. യേശു പറയാണ്, സമ്പത്ത് ഒരു മനുഷ്യനെയും ധന്യനാക്കുന്നില്ല. മനുഷ്യ, എന്നെ നിനക്ക് ന്യായകർത്താവാക്കിയത് ആർ? ഈ കർത്താവിനെ പ്രസംഗിച്ച് ഒരുപാട് എക്സ്ട്രീമായിട്ട് ഞാൻ പറയട്ടെ, കർത്താവ് സൗഖ്യമാക്കുന്നവനാണ്, കർത്താവ് അത്ഭുതം ചെയ്യും, കർത്താവ് അനുഗ്രഹിക്കും, ഇതെല്ലാം കർത്താവ് ചെയ്യും, ഞാനത് വിശ്വസിക്കുന്നു. പക്ഷേ കർത്താവിനെ അങ്ങനെയാക്കി മാറ്റരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ പ്രൈം മിനിസ്റ്റർ എഴുതുകയും ഒപ്പിടുകയും ചെയ്യും എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു LD ക്ലാർക്കല്ല. LD ക്ലാർക്കാണ് മൻമോഹൻ സിംഗ്. യേശുവിനെ പലരും LD ക്ലാർക്കാക്കി വെച്ചിരിക്കുക, നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം. നോ, യേശു ഗുരുവാണ്, രക്ഷകനാണ്, കർത്താവാണ്. കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം യേശുവിൻ്റെ പുറകെ പോകുന്നവരായി. ഞാൻ ചോദിക്കട്ടെ, ഈ അഭിവൃദ്ധി, അനുഗ്രഹം എന്ന് പറയുന്ന നടക്കുന്നവർ ശരിക്കും ആരാ അനുഗ്രഹിക്കപ്പെടുന്നത്? നിങ്ങളൊന്ന് ശരിക്കും ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയേ. ആരാ ഈ പറയുന്നവരാ അനുഗ്രഹിക്കപ്പെടുന്നത്? ഈ പറഞ്ഞ് ഈ പാവപ്പെട്ടവരെല്ലാം കൊണ്ട് കാശ് കൊടുക്കും, അവനിഷ്ടം പോലെ കാശുണ്ടാകും. ഈ പറയുന്നവരാരെങ്കിലും സിമ്പിൾ ലൈഫ് നയിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ പറയുന്ന ആരെങ്കിലും ഒരു ലാളിത്യ ജീവിതം നയിച്ച് ജീവിക്കുന്നവരുണ്ടോ? ഈ പറയുന്നവരെന്താ പറയുന്നത്? ഞാൻ ദൈവവേല തുടങ്ങിയപ്പോൾ എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ എനിക്ക് ദൈവം ഒരുപാട് തന്നു. എന്തിനാ തന്നെന്നറിയാമോ? ഇല്ലാത്തവന് വിഭജിച്ചു കൊടുക്കാനാ. നിനക്ക് ബാങ്കിലിട്ടും എസ്റ്റേറ്റ് ഉണ്ടാക്കിയും സുഖിക്കാനല്ല. നീ മാനസാന്തരപ്പെടണം ഈ വിഷയത്തിൽ. ഇതാണ് കർത്താവിൻ്റെ പഠിപ്പിക്കൽ. ധനകാര്യത്തിൽ മാനസാന്തരം. കർത്താവ് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് അനുഗമിക്കാം. യേശുവിൻ്റെ സുവിശേഷം ദരിദ്രർക്കുള്ള സുവിശേഷമായിരുന്നു. ദരിദ്രർക്കുള്ള സുവിശേഷം മറ്റുള്ളവർക്കും കൂടെ വീതിച്ചു കൊടുക്കാൻ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കർത്താവ് പറഞ്ഞു, വീതിച്ചു കൊടുക്കാൻ പറഞ്ഞു. കർത്താവ് എപ്പോഴും പറഞ്ഞത് അങ്ങനെയാണ്, നീ ഇല്ലാത്തവന് കൊടുക്കണം. ഗലീലയിൽ കർത്താവ് പ്രസംഗിച്ചു. ഗലീല ഗ്രാമമാണ്. ലൂക്കോസ് 4-ാം അധ്യായം 18-19 യേശുവിൻ്റെ പ്രസംഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ പിതാവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കാനും, പീഡിതന്മാരെ വിടുവിച്ചയക്കാനും, കർത്താവിൻ്റെ പ്രസാദവർഷം അല്ലെങ്കിൽ യോബേൽ സംവത്സരം, ജൂബിലി വർഷം പ്രസംഗിക്കുവാനും എന്നെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇതാണ് യേശുവിൻ്റെ സുവിശേഷം. 5-fold മിനിസ്ട്രി. ഈ 5-fold മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷൻ എന്നൊക്കെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഓരോ വിളികളാണ്. അത് യേശുവിൻ്റെ 5-fold മിനിസ്ട്രി ഇതാ. ഒന്ന്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുക. അതാർക്കും വേണ്ട. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുകയാണ്.
ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുക, പീഡിതന്മാരെ വിടുവിച്ചയക്കുക, കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിക്കുക. ഇതാണ് 5 കാര്യം. ഇത് കേട്ടപ്പോഴാണ് യോഹന്നാൻ സംശയിക്കുന്നത്. യോഹന്നാനോടും ഇത് തന്നെ പറയുന്നു. അങ്ങനെ പോയി പറയാം. ജീസസ് ക്രൈസ്റ്റ് വാസ് എ സെർവിങ് ഗോഡ്, എ സെർവിങ് മാസ്റ്റർ, സെർവിങ് ടീച്ചർ. സെർവ് ചെയ്യുന്നവനായിരുന്നു യേശു. മത്തായി 20:22 പറയുന്നു, ഞാൻ ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനാണ്. നമ്മൾ ആരെങ്കിലും യേശുവിനെ ശുശ്രൂഷിക്കാൻ പോയാൽ കർത്താവ് പറയും, ആരാ പറഞ്ഞത് എന്നെ ശുശ്രൂഷിക്കാൻ? ചില ആൾക്കാർ ചോദിക്കും, എന്ത് ചെയ്യുന്നു? ഞാൻ ദൈവവേല ചെയ്യുന്നു. എന്തോ ദൈവ ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ ശുശ്രൂഷയില്ല. എന്ത് ശുശ്രൂഷ? അത് ദൈവ ശുശ്രൂഷ. ഞാൻ ചോദിക്കും, ആരാ പറഞ്ഞ ദൈവ ശുശ്രൂഷ ചെയ്യാൻ? ദൈവത്തെ ശുശ്രൂഷിക്കാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞത്, ഞാനേ വന്നത് ശുശ്രൂഷിക്കാനാ, എന്നെ ആരും ശുശ്രൂഷിക്കണ്ട. എന്നെ ശുശ്രൂഷിക്കണമെന്നുള്ളവൻ ശുശ്രൂഷ ആവശ്യമുള്ളവനെ ശുശ്രൂഷിക്കണം. ശുശ്രൂഷ ആവശ്യമുള്ളവൻ നിങ്ങളുടെ ചുറ്റുപാടുമുണ്ട്. അവനെ ശുശ്രൂഷിക്കുന്നിടത്തോളം എൻ്റെ അടുക്കൽ ആ ശുശ്രൂഷ എത്തും. ഇതാണ് യേശുവിൻ്റെ ഫോർമുല. കർത്താവ് പറഞ്ഞു, നിങ്ങളൊരു സദ്യ കൊടുക്കുമ്പോൾ ആരെ വിളിക്കാനാ പറഞ്ഞെന്നറിയോ? ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായം 12 മുതൽ 14 വരെ. ആരെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്തോട്ടെ. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുകയാണ്. ലൂക്കോസ് സുവിശേഷം 14:12 മുതൽ 14 വരെ വായിച്ചേ. തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞത്, ലൂക്കോസ് 14:12 മുതൽ 14 വരെ. യെസ്, തന്നെ ക്ഷണിച്ചവരോട് അവൻ പറഞ്ഞത്, നീ ഒരു മുത്താഴമോ അത്താഴമോ കഴിക്കുമ്പോൾ, നീ ഒരു മുത്താഴം എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ്, നീ ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഒരു ലഞ്ചോ, സോറി ലഞ്ചാണ്, മുത്താഴം എന്ന് വെച്ചാൽ ലഞ്ചാണ്. നീ ഒരു ലഞ്ചോ അല്ലെങ്കിൽ ഉച്ചഭക്ഷണമോ രാത്രി ഭക്ഷണമോ ഒരുക്കുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത്. സ്നേഹിതന്മാരെ വിളിക്കരുത്, ചാർച്ചക്കാരെ വിളിക്കരുത്, ബന്ധുക്കളെ വിളിക്കരുത്, സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത്. നിന്റെ അയൽക്കാരൻ സമ്പത്തുള്ളവനല്ല, വിളിക്കരുത്. ഇതൊന്നും ഈ കൽപ്പനയൊന്നും ആരും കാണത്തില്ല. പിന്നെ ആരെയാ വിളിക്കണം? വായിച്ചേ. നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ ഫസ്റ്റ് പ്രയോറിറ്റി, അംഗഹീനന്മാർ ഹാൻഡിക്യാപ്ഡ് അംഗഹീനന്മാർ, മുടന്തന്മാർ ലേം, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുക. കുരുടന്മാർ വായിക്ക്. എന്നാൽ നീ ഭാഗ്യവാനാകും, എന്നാൽ നീ ധന്യനാകും. ഈ ധന്യത ആർക്കെല്ലാം വേണം? നമുക്കൊന്ന് മാതൃകയാക്കിയാൽ എന്താ? ഒരു സദ്യ കൊടുക്കാൻ തീരുമാനിച്ചാൽ ബന്ധുക്കളെയും ചാർച്ചക്കാരെയും സ്നേഹിതന്മാരെയും വിളിക്കരുത്, കാശുകാരായ അയൽക്കാരെയും വിളിക്കരുത്. ഇങ്ങനെയുള്ളവരെ വിളിക്കുക, കൊടുക്കുക. ഇതെന്താ യേശു പറയാൻ കാരണം? അവരെ വിളിക്കാൻ ആരുമില്ല, അവർക്കാണ് നിന്റെ ഭക്ഷണം എത്തേണ്ടത്. കാരണം എന്താ? നിന്റെ കൂട്ടുകാരും ബന്ധുക്കളും നിന്നെ വിളിച്ച് നിനക്ക് പ്രത്യുപകാരം തന്നു തീർക്കും. എന്നാൽ ഇവർക്കോ നിനക്ക് പ്രത്യുപകാരം തരാൻ കഴിയാത്തത് കൊണ്ട് നിനക്ക് സ്വർഗത്തിൽ പ്രത്യുപകാരം കിട്ടും എന്നാ പറഞ്ഞ് അവസാനിക്കുന്നത്. സ്വർഗത്തിൽ പ്രതിഫലം കിട്ടാനായിട്ട് ഇങ്ങനെയുള്ളവരെ വിളിക്കുവിൻ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫെലോഷിപ്പ് നടത്തുമ്പോഴൊക്കെ ഞാൻ സഹോദരങ്ങളോട് പറയാറുണ്ട്, നമുക്ക് ബർത്ത്ഡേ പാർട്ടിയും വേണ്ട, വെഡിങ് ആനിവേഴ്സറിയും വേണ്ട. ആ പൈസ അതുപോലെ അന്ന് ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നതിന് നിങ്ങൾ ഇല്ലാത്ത ഒരാളിനെ കൊണ്ടു കൊടുക്കണം. ഞാൻ അതിനെക്കുറിച്ച് പറയാം. എന്താണ് വാട്ട് വി ഹാവ് ടു ഡു എന്നുള്ളത് പെട്ടെന്ന് പറയാം. ദൈവരാജ്യം കർത്താവ് പറഞ്ഞു, കാക്കയെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നില്ല, പക്ഷേ ദൈവം അതിനെ എല്ലാം അറിയുന്നു. അല്ലേ? നോക്ക്, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കൂട്ടിവയ്ക്കുന്നില്ല. മനുഷ്യൻ കൂട്ടിവയ്ക്കുന്നതാണ് കുഴപ്പം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ പറയുന്നു, നിങ്ങൾ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന, അതോടുകൂടെ സകലവും. അല്ലേ? എല്ലാവരും സകലവും കിട്ടുമെന്ന്. അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടില്ല. ഇത് ഒക്കെയും കിട്ടും. എന്താണ് ഇതെന്ന് പറഞ്ഞാൽ മുകളിൽ എഴുതിയിട്ടുണ്ട്. എന്താണ്? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും. തിന്നാനും കുടിക്കാനും ഉടുക്കാനുമുള്ളത് കിട്ടും. അതങ്ങനെ കിട്ടും. അവിടെ എഴുതിയിരിക്കുന്നത് അത് നിനക്ക് ദൈവം തരുമെന്നല്ല എഴുതിയിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ these things will be added unto you or these things will be given to you. ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവം തരുമെന്നല്ല അതിൻ്റെ അർത്ഥം. നിനക്കുള്ളതിനെ, ദൈവരാജ്യവും നീതിയും, നീതിപ്രകാരം ഉള്ളതിനെ വിഭജിക്കാൻ കഴിഞ്ഞാൽ, നീതിപ്രകാരം ദൈവരാജ്യവും നീതിയും അന്വേഷിക്കാനാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവും. കിട്ടുന്നതെല്ലാം തിന്നും കുടിച്ചും കൊണ്ട് സ്വന്തമായി വച്ചുകൂട്ടുന്ന ജീവിക്കുന്ന ജീവിതമല്ല. അതിനെ ഉള്ളതുപോലെ നീതിയോടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ
പിന്നെ ആരെങ്കിലും പട്ടിണികൾ കാണുമോ? ഉടുക്കാനില്ലാത്തവർ കാണുമോ? കുടിക്കാനില്ലാത്തവർ കാണുമോ? അതെല്ലാം താനേ കിട്ടും. It will be equally distributed. It will be equally distributed to the people. This is his policy or system. This is the system of his kingdom. അങ്ങനെ നമ്മൾ വില്ലേജുകളും ഗ്രാമങ്ങളും അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരണം. ഇതാണ് പുതിയ നിയമത്തിൻ്റെ ഉപദേശം. ഇതെല്ലാം പറഞ്ഞപ്പോഴും കർത്താവ് ഞാൻ ഉപദേശങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. പുസ്തകം നിങ്ങൾ വായിക്കുക. അവസാനം ഒരു കാര്യം കൂടെ പറയട്ടെ. ഇതെല്ലാം പറയുമ്പോഴും കർത്താവ് ആത്മാവിന് വലിയ മുൻതൂക്കം കൊടുക്കുന്നു. യേശു പറയുന്നു, ഉടുപ്പിനേക്കാൾ ശരീരവും ശരീരത്തേക്കാൾ ജീവനും അല്ലെങ്കിൽ ആത്മാവും വലുതാണെന്ന്. ഹല്ലേലൂയ. ഈ ശരീരത്തെ മൂടുന്നത് ഉടുപ്പ് അല്ലേ? ഉടുപ്പിനേക്കാൾ വലുതാണ് ശരീരം. ആം ഐ റൈറ്റ്? ഉടുപ്പിനേക്കാൾ വലുതെന്ന് വെച്ചാൽ സൈസിൽ വലുതെന്നല്ല, എന്നാൽ പിന്നെ കയറത്തില്ല. ഉടുപ്പിനേക്കാൾ വലുതെന്ന് ഉദ്ദേശിക്കുന്നത് ഉടുപ്പിനേക്കാൾ വിലയേറിയതാണ്, ശ്രേയസ്കരമാണ്. ഉടുപ്പിനേക്കാൾ വലുത് ശരീരവും ശരീരത്തേക്കാൾ വലുതാണ് ആത്മാവ്. അപ്പോൾ വലുത് ഏതാ? ഏറ്റവും വലുത്? അതിനേക്കാൾ ചെറുത് ഉടുപ്പ്. അതാണ് എൻ്റെ ഓർഡർ. എന്നിട്ട് പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അല്ലെങ്കിൽ ജീവനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? അപ്പോൾ ആത്മാവാണ് പ്രധാനം. ആത്മാവ്. കർത്താവ് പ്രസംഗിക്കുന്നതെല്ലാം ആത്മാവിനെ കുറിച്ചാണ്. ഇത്രയും സമയം ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്ന ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള ഉപദേശം, മതം, മനുഷ്യൻ ഒന്നാണെന്നുള്ളത്, അതുപോലെ തന്നെ ഇന്നത്തെ സോഷ്യൽ സിസ്റ്റം നമ്മൾ ഇല്ലാത്തവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ദശാംശം കൊടുക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈയുയർത്തി. അവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ദശാംശം കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ചിലരൊക്കെ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല, അതുകൊണ്ട് കൈ ഉയർത്തണ്ട. ഒരു കാര്യം ഓർക്കണം, അത് ഭിക്ഷ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. ദൈവത്തിന് കൊടുക്കുന്ന കാര്യമല്ല. ഭിക്ഷ കൊടുക്കുമ്പോൾ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത്. അല്ലാതെ കൊടുക്കുമ്പോൾ വാങ്ങിച്ച റെസിപ്റ്റ് വാങ്ങിച്ചോളണം, അല്ലെങ്കിൽ ആണുങ്ങൾ അടിച്ചുകൊണ്ട് പോകും. നമുക്കങ്ങനെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കരുത്. ഭിക്ഷ കൊടുക്കുമ്പോൾ ആരും അറിയണ്ട, കൊടുക്ക്, കാരണം റെസിപ്റ്റ് വേണ്ട നമുക്ക്. പക്ഷെ അല്ലാതെ ദൈവവേലയ്ക്ക് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അത് എത്തിയിട്ടുണ്ടോ എന്ന് അറിയണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ആരുടെ കയ്യിലാണ് കൊടുക്കുന്നത് അറിയാൻ പറ്റില്ല. മുമ്പിലേക്ക് പോകാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ടൈത്ത് കൊടുക്കുമ്പോൾ, ദശാംശം കൊടുക്കുന്നത് എല്ലാം പലരും കൈ ഉയർത്തി. ഈ ടൈത്ത് എന്ന് പറഞ്ഞത് ലേവ്യ പുസ്തകത്തിൽ ആരംഭിച്ചതാണ്. ലേവ്യ പുസ്തകം, ആവർത്തന പുസ്തകം, സംഖ്യാപുസ്തകത്തിലുണ്ട്, നെഹ്മ്യാവിൻ്റെ പുസ്തകത്തിലുണ്ട്, 2 ദിനവൃത്താന്തങ്ങളിലുണ്ട്, മലാഖിയുടെ പുസ്തകത്തിലുണ്ട്. ദശാംശം പ്രോഗ്രസീവാണ് എന്ന് പറഞ്ഞു തുടങ്ങാം. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ധാന്യം, ഗ്രെയിൻസ്, എണ്ണയിൽ, വീഞ്ഞിൽ, എല്ലാറ്റിലും ദശാംശം ദൈവത്തിന് കൊണ്ടുവരണം. എവിടെ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞതെന്നറിയാമോ? യഹോവ തൻ്റെ നാമം സ്ഥാപിക്കാനിരിക്കുന്നിടത്ത് കൊണ്ടുവരണം. അവിടെയാണ് ജനം ഒരുമിച്ച് കൂടുന്നത്, അവിടെ കൊണ്ടുവരണം. അതിലെല്ലാറ്റിലും ദശാംശവും ആദ്യ ഫലവും ദൈവം തൻ്റെ നാമം സ്ഥാപിക്കാനിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരണം എന്നുള്ളത് ലേവ്യ പുസ്തകം, ആവർത്തന പുസ്തകം ദൈവം പറഞ്ഞതാണ്. എൻ്റെ ചോദ്യം ഇതാണ്, കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? കൊണ്ടുവന്നിട്ട് അതിനെ വിറ്റ് പാസ്റ്ററുടെ പേരിൽ ബാങ്ക് ഇടണമെന്നല്ല. കൊണ്ടുവന്നിട്ട് തൊട്ടടുത്ത വാക്യം, കൊണ്ടുവന്നിട്ട് അത് അനാഥനും വിധവയ്ക്കും പരദേശിക്കും ലേവ്യനുമായി വീതിച്ചു കൊടുക്കണം. അടുത്ത വാക്യം, so that there will not be poor in your country. അങ്ങനെയാണെങ്കിൽ നിന്റെ രാജ്യത്തിൽ ദരിദ്രന്മാർ കാണുകയില്ല. ഒരു ദാരിദ്ര്യ നിർമാർജനമാണ് ദശാംശം എന്ന പ്രഖ്യാപനത്തിലൂടെ പഴയ നിയമത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. ഞാനൊരു സ്ഥലത്ത് ഇത്രയും പ്രസംഗിച്ചു നിർത്തിയപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എൻ്റെ കൺവെൻഷന് വിളിച്ച ആളിനെ അവിടുത്തെ പാസ്റ്റർമാരെല്ലാം കൂടെ ടെലഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തി. ആ സഹോദരൻ, പാവപ്പെട്ട സഹോദരൻ, അദ്ദേഹം ഓടി എൻ്റെ അടുത്ത് വന്ന്, റായ്പൂരിൽ വെച്ച് എടുത്തെന്ന് പറഞ്ഞു, ബ്രദറെ ആകപ്പാടെ പ്രശ്നം. രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ എനിക്ക് ടെലഫോൺ പ്രശ്നമായിരിക്കുകയാണ്. ഇന്നലെ ടൈത്തിനെ കുറിച്ച് ബ്രദർ പറഞ്ഞ ആൾക്ക് ഒന്ന് വിശദമായി പറയണം, എന്നെ ആകപ്പാടെ പ്രശ്നം. ഞാൻ പറഞ്ഞു, വിശദമായി പറഞ്ഞ അപകടമാണ്. പറഞ്ഞ അപകടമാണ്. ഇല്ല പറയണമെന്ന് പറഞ്ഞു. പിന്നെ അന്ന് രാത്രി എൻ്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് 1/2 മണിക്കൂർ വിശദമായി പറഞ്ഞു. അന്ന് മുതൽ ഞാൻ കേൾക്കുന്നത് ഒരു മനുഷ്യനും പാസ്റ്റർമാർക്ക് ദശാംശം കൊടുക്കുന്നില്ലെന്നാണ്.
ദശാംശം ആർക്കാ കൊടുക്കണം എഴുതിയിരിക്കുന്നു, പാസ്റ്റർ കൊടുക്കുന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അത് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇതുകൊണ്ട് മാത്രം ദൈവവേല ചെയ്ത് വയറ്റിപ്പിഴപ്പിന് വേണ്ടി ജീവിക്കുന്ന പാവങ്ങൾക്ക് കൊടുക്കുക തന്നെ വേണം. അത് പാവങ്ങൾക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവവേലയിൽ ദശാംശം നമുക്ക് എന്നിട്ട് കുറേ കാലം കഴിഞ്ഞപ്പോൾ 2 ദിനവൃത്താന്തം, ഒരു ദിവസം ഹിസ്കിയ രാജാവ് ദേവാലയത്തിലേക്ക് കയറി വരികയാണ്. കയറി വന്നപ്പോൾ അവിടെ ഒരുപാട് ധാന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു. ഹിസ്കിയ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്? അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, ദശാംശം കൊണ്ടുവന്നതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഹിസ്കിയ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അങ്ങനെയാണെങ്കിൽ ഭണ്ഡാരഗൃഹങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞു, സ്റ്റോർ റൂംസ് ഇംഗ്ലീഷിൽ. അങ്ങനെ ആദ്യമായിട്ട് യെരുശലേം ദേവാലയത്തിൽ ഭണ്ഡാരഗൃഹം ഹിസ്കിയാവിൻ്റെ കാലത്തുണ്ടാക്കി. ചരിത്രം 2 ദിനവൃത്താന്തം 33 തോന്നുന്നു, 33 ഗൃഹമുണ്ടാക്കി, ഭണ്ഡാരഗൃഹം ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഈ മിച്ചം വരുന്ന സാധനം ആൾക്കാർക്കെല്ലാം കൊടുത്തിട്ട് മിച്ചം വരുന്നതിനെല്ലാം ഭണ്ഡാരഗൃഹത്തിൽ വെച്ചു. അതാണ് മലാഖിയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവത്തെ പരിശോധിച്ച് നോക്കുക, നിന്റെ ദശാംശമെല്ലാം ദൈവാലയത്തിലേക്ക് കൊണ്ടുവരിക. എന്തിനാ അവിടെ എഴുതിയിരിക്കുന്നത്? കൊണ്ടുവന്നിട്ട് എന്തിനാ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞേ, ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന്. കണ്ടോ, ആഹാരമാർക്കാ? ആഹാരമില്ലാത്തവന്. മലാഖിയുടെ പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു, നിന്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് നീ കൊണ്ടുവന്ന് പരിശോധിച്ച് നോക്ക്. ഹല്ലേലൂയ. വ്യക്തമായിട്ട് വായിക്കേ. അതുകൊണ്ട് പാസ്റ്റർമാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ എന്നിട്ട് ലേവ്യനും കൊടുക്കണം, 4 വിഭജിക്കണം. ലേവ്യൻ എന്ന് പറഞ്ഞാൽ പാസ്റ്റർ അല്ലെങ്കിൽ ദൈവവേലക്കാരൻ, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ ഒരു കാര്യം, ലേവ്യന് വേറെ അവകാശം പാടില്ല, വേറെ ഒന്നും അയാൾക്ക് പാടില്ല. അയാൾ ഒരു അവകാശവും ഇല്ലാത്ത പാവപ്പെട്ടവനാണ്. ലേവ്യൻ എന്ന് പറഞ്ഞാൽ ഒരു പരദേശിയെ പോലെയാണ്. ലേവ്യൻ എന്ന് പറഞ്ഞാൽ അതിൽ 4 ഭാഗത്തിൽ പറഞ്ഞ ഒരാളിനെ പോലെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അവന് വേറെ ഒരു അവകാശമില്ലാത്തത് കൊണ്ട് യഹോവ അവൻ്റെ അവകാശം, അതുകൊണ്ട് അവനും കൂടെ വിഭജിക്കണം. 4 വിഭജിക്കണം. അനാഥന് വിഭജിക്കണം, വിധവയ്ക്ക് കൊടുക്കണം, പരദേശിക്ക് കൊടുക്കണം, പിന്നെ ലേവ്യന് കൊടുക്കണം. 4 വിഭജിക്കണം. ഇതാണ് ദശാംശത്തിൻ്റെ ഉപദേശം. ഇത് പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നു ദശാംശം കൊടുക്കരുതെന്നല്ല, കൊടുക്കണം. പക്ഷേ അതിലുപരിയായ ഒരു കാര്യം കർത്താവ് പറയാണ്, കരുണയും നീതിയും വിശ്വസ്തതയും. കരുണയും നീതിയും വിശ്വസ്തതയും ദശാംശവും തമ്മിൽ തൂക്കി നോക്കിയിട്ട് കർത്താവ് പറയുകയാണ്, ഒട്ടകവും കൊതുകും തമ്മിലുള്ള വ്യത്യാസം. ഒരു കൊതുകിനെ തൂക്കി നോക്കണം, എത്ര ഗ്രാം വരും? ഒട്ടകത്തെയും തൂക്കി നോക്കണം. ഒട്ടകത്തെയും തൂക്കി കൊതുകിനെയും തൂക്കി നോക്കണം. വ്യത്യാസമാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങൾ നീതിയും കരുണയും വിശ്വസ്തതയും മറച്ചു വെച്ചിട്ട് നിങ്ങൾ ദശാംശത്തിനും പിന്നെന്താ പതാരം ദശാംശം, അതെ, ജീരകം ചതകുപ്പ എന്നുള്ളതിന് പതാരം ദശാംശം കൊടുക്കുന്നു. ഇതിനെല്ലാം ഒഴിച്ച് മാറ്റി വയ്ക്കുന്നു. ഒട്ടകങ്ങളെ വിഴുങ്ങിക്കളയുകയും കൊതുകുകളെ അരിച്ചെടുക്കുകയും ചെയ്യുന്നതിന് തുല്യമെന്ന് പറയുന്നു. അപ്പം അവിടെയെല്ലാം മാനുഷിക മൂല്യങ്ങൾക്കാണ് കർത്താവ് വില കൊടുക്കുന്നത്. നമ്മൾ ഇപ്പോഴും ന്യായപ്രമാണത്തിൻ്റെ പിറകെ പോകരുത്. ദശാംശം അല്ല, ദൈവത്തിന് കൂടുതൽ കൊടുക്കണം എന്ന് ഞാൻ പറയുന്നു. നമ്മളെ തന്നെ ദൈവത്തിന് വേണ്ടി കൊടുക്കണം. അതിലുപരിയായിട്ട് ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ അത് എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തുകയും ചെയ്യണം. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ദീസ് ആർ ദ തിങ്സ് വി ലിസൺ ടു ഹിം, ലിസൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്. നൗ വാട്ട് ഈസ് അവർ റോൾ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം കേട്ടപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3-4 കാര്യം വേഗത്തിൽ പറയാം. വാട്ട് ടു ഡു, വാട്ട് ഈസ് അവർ റോൾ? നമ്പർ 1, യേശുവിൻ്റെ ഉപദേശം പ്രസംഗിക്കുക, പഠിപ്പിക്കുക, പ്രാക്ടീസ് ചെയ്യുക. യേശുവിൻ്റെ ഉപദേശം പ്രസംഗിക്കുക. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ന്യായപ്രമാണമല്ല പ്രസംഗിക്കേണ്ടത്, തീരുമാനമെടുക്കുക, യേശുവിൻ്റെ ഉപദേശം പ്രസംഗിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇവിടെ ഞാൻ എഴുതിയ ഈ 150 ഉപദേശങ്ങൾ, എനിക്ക് തോന്നുന്നത് ഓരോ ദിവസം നിങ്ങളുടെ കൂട്ടായ്മയിൽ ഓരോന്നായിട്ട് ഉപദേശിച്ച് നോക്കുക. ഓരോ ദിവസം ഓരോന്ന് ഉപദേശിക്കുക. അത് എളുപ്പമല്ല. അതിൻ്റെ കോണ്ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കി ഉപദേശിച്ച് നോക്കുക. യു വിൽ സീ എ ട്രമൻഡസ് ചേഞ്ച് ഇൻ ടേംസ് ഓഫ് സ്പിരിച്വാലിറ്റി. ഭയങ്കര മാറ്റം, ഒരു റെവല്യൂഷണറി മാറ്റം ഉണ്ടാകും. എ റിയൽ നിയോ റിഫോർമേഷൻ വിൽ ബി ടേക്കൺ പ്ലേസ്. ദാറ്റ്സ് മൈ ഒബ്ജക്റ്റീവ്. അതാണ് എൻ്റെ ലക്ഷ്യം. ഒരു നവനവീകരണം ഉണ്ടാകണം സഭകളിൽ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അത് പ്രസംഗിക്കണം, അത് പഠിപ്പിക്കണം. ഇതെല്ലാം കേട്ടുകൊണ്ട് പോയിട്ട് പിന്നെയും നാളെ ചങ്കരൻ തങ്ങി തന്നെ എന്ന് പറഞ്ഞതുപോലെ വേറെ വച്ചൊന്ന് പ്രസംഗിക്കരുത്. ഇത് കേട്ടിട്ട് നിങ്ങൾ ഇന്ന് മുതൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ചാർജ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് മുതൽ കടന്നുപോയി യേശുവിൻ്റെ ഉപദേശം പ്രസംഗിക്കണം. അതിനുവേണ്ടി കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. അത് കിട്ടുന്നവരോട് അങ്ങനെ തന്നെ ഉപദേശിക്കണം. ഒറ്റയ്ക്ക് കിട്ടിയാൽ പറയണം, പഠിപ്പിക്കണം. എളുപ്പമല്ല, പ്രാക്ടീസ് ചെയ്യുകയും വേണം.
അത് ദൈവം നമുക്ക് കൃപ തരും, തീർച്ചയായിട്ടും കൃപ തരും. കർത്താവ് പറഞ്ഞു, മനുഷ്യന് അസാധ്യം, പക്ഷെ ദൈവത്തിന് സാധ്യം. ദൈവം നമ്മൾ കൃപ തരും. ആഗ്രഹിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, ദൈവം സഹായിക്കും. കർത്താവേ, എനിക്ക് നിന്റെ സ്വഭാവം തരണമേ, ഈ ഉപദേശപ്രകാരം ജീവിക്കാൻ സഹായിക്കണമേ, സത്യം അറിയണം. സത്യം അറിഞ്ഞാലേ സ്വതന്ത്രമാവുള്ളൂ. ദൈവം കൃപ തരും. രണ്ടാമത്തത് സോഷ്യൽ ആക്ഷൻ, നമ്മൾ പ്രവർത്തിക്കണം. അതിനൊരു പല വഴികളിൽ പ്രവർത്തിക്കാം. ഒരു കൺസെപ്റ്റാണ് നമ്മുടെ ആശ്രമം കൺസെപ്റ്റ്. ഞങ്ങൾ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും ആശ്രമങ്ങൾ സ്ഥാപിക്കുകയാണ്. ശക്തമായി വിത്തൗട്ട് കോംപ്രമൈസ് വി പ്രീച്ച് ദ ഗോസ്പൽ. എല്ലാത്തിലൂടെ അങ്ങ് പോകാമെന്നല്ല. ഫൈനൽ റെവലേഷൻ ഈസ് ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. ഹി ഈസ് ദ ഓൺലി ബിഗോട്ടൻ സൺ ആൻഡ് ഹി ഈസ് ദ ഓൺലി വേ ഓഫ് റിഡംപ്ഷൻ ഫോർ ഹ്യൂമാനിറ്റി. ദാറ്റ് വി പ്രീച്ച് വിത്തൗട്ട് കോംപ്രമൈസ്. അത് പ്രസംഗിക്കണം. പക്ഷേ അത് പ്രസംഗിക്കുന്നത് പോലെ തന്നെ അതേ അളവിലും തൂക്കത്തിലും എളിയവരെ സഹായിക്കണം. എന്തൊക്കെ ചെയ്യാമെന്നറിയാം? ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുക്കാം. ഞങ്ങൾ എല്ലാ മാസവും 110 കുടുംബങ്ങൾക്ക് ഒരു ആശ്രമത്തിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ക്രിസ്തു കൃപ ആശ്രമം കാട്ടാക്കട അടുത്താണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റോൾ മോഡലായിട്ട് ഞാൻ വച്ചിരിക്കുകയാണ്. വന്ന് കാണാനോ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പറയാൻ വേണ്ടിയാണ്. ഇറ്റ്സ് എ റോൾ മോഡൽ. യു ക്യാൻ പ്രാക്ടീസ് ദ സെയിം തിങ് ത്രൂ യുവർ ചർച്ച്. നിങ്ങൾക്കൊരു സഭയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. 110 കുടുംബങ്ങൾക്ക് അത് കൂട്ടും. അടുത്ത വർഷം പിന്നെയും കൂട്ടും. അവർക്ക് ആവശ്യമുള്ള അരി നമ്മൾ വാങ്ങിക്കൊടുക്കുക. ഇറ്റ്സ് എ റോൾ മോഡൽ. നിങ്ങൾക്കത് ചെയ്യാം. അതുപോലെ തന്നെ അവിടെ അടുത്തുള്ളൊരു ആശുപത്രിയുള്ളവർക്ക് എല്ലാ ദിവസവും കൊണ്ട് ഭക്ഷണം കൊടുക്കുക. നമ്മുടെ ആശ്രമത്തിൽ ഉണ്ടാക്കിയിട്ട്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല, ചർച്ചായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. യു മസ്റ്റ് ഡു ഇറ്റ്. അത് നിങ്ങൾ ചെയ്യണം. കർത്താവ് അതിന് വേണ്ടി വിളിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഹെൽപ്പ് ഫോർ ഷെൽട്ടർ, പാർക്കാൻ ഒരു സ്ഥലം കൊടുക്കുക. ഇന്ന് കേട്ടതാ, ഞാനൊരു സഹോദരി പറഞ്ഞു കേട്ടതാ, അവർ ഫ്രീ ആയിട്ട് വീട് വെച്ച് കൊടുക്കുന്നു സർക്കാർ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ അവർ ചോദിച്ചു, ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ? ഹിന്ദുവിന് മാത്രമേ വീട് വെച്ച് കൊടുക്കൂ, ക്രിസ്ത്യാനിക്ക് വീട് വെച്ച് കൊടുക്കത്തില്ല. നമ്മുടെ മതേതരത്വ രാജ്യമായി ഇന്ന് കേട്ടത് എത്ര അനുഭവങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ആശ്രമത്തിൽ വന്നൊരു സഹോദരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അവർക്ക് വീടില്ല, ആ വീട് ചോർന്നൊലിച്ചു കൊണ്ടിരിക്കുന്നു. ഭർത്താവിന് ജോലി ജീവിക്കാനുള്ള ആരോഗ്യമില്ല. ഒരു കുട്ടിക്ക് ഒരു അസുഖം വന്ന് ഒരുപാട് നാൾ ചികിത്സിച്ച് മരിച്ചുപോയി. അടുത്ത കുട്ടിക്ക് അതേ അസുഖം, ജീവിക്കാൻ നിവൃത്തിയില്ല, വീടില്ല. ഞാൻ ഒന്ന് പോയി കാണാമെന്ന് വെച്ച് ഞാൻ പോയി കണ്ടപ്പോൾ അയ്യോ, വളരെ ദയനീയം, വളരെ ദയനീയം. അവർ ഒരു ഭവനം പണിയാനായിട്ട് പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ 35,000 40,000 രൂപ കൊടുക്കും, പക്ഷേ ഹിന്ദു ആകണം. വീട് കൊടുത്തും പണം കൊടുത്തും പ്രലോഭിപ്പിച്ച് മതം മാറ്റുന്നത് നമ്മുടെ മതേതരത്വ രാജ്യമായ ഇന്ത്യയുടെ ഒരു നിയമമായി മാറിയിരിക്കുക. നമ്മുടെ കണ്ണു തുറക്കാൻ പറയുക. ക്രിസ്ത്യാനി മതം മാറ്റുന്നെന്നാണ് ചിലരൊക്കെ പറയുന്നത്. ഗവൺമെൻറ് തന്നെ പ്രലോഭിപ്പിച്ച് മതം മാറ്റുകയാണ്. ഈ സഹോദരി പറഞ്ഞു, എനിക്ക് യേശുവിനെ വിട്ട് യാതൊരു വീടും വേണ്ട. ഈ പാവപ്പെട്ട സ്ത്രീ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ആശ്രമത്തിൽ അനൗൺസ് ചെയ്തു. സ്ത്രീ വന്നു. ഈ ഭയങ്കര സങ്കടം തോന്നി. അവർ വീട്ടിൽ പോയി ഞങ്ങളും ജയലാൽബദ്ധവും കൂടെ പോയി കണ്ടു. ഞാൻ പല സ്ഥലങ്ങളിലും അനൗൺസ് ചെയ്തു, യോഗത്തിലെല്ലാം അനൗൺസ് ചെയ്തു. 1,10,000 ചിലവാക്കി മനോഹരമായൊരു വീട് ടെറസ് ചെയ്തുണ്ടാക്കി കൊടുത്തു. ഞാനല്ല, നമ്മുടെ ആൾക്കാർ ചേർന്ന്, എല്ലാവരും കൂടെ ചേർന്ന്. ഞാനത് പറഞ്ഞു, കളക്ട് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ചില ആൾക്കാരുണ്ട് പ്രസംഗിച്ചിട്ട് പൈസ വാങ്ങിക്കത്തില്ല. നല്ലതാ. ഞാൻ പറയുന്നത്, നിനക്ക് ജയലാലിനോട് പറഞ്ഞു, ഒരാൾ പ്രസംഗിച്ചു പൈസ വാങ്ങിക്കാതെ പോയി. ഞാൻ പറഞ്ഞു വളരെ നല്ല കാര്യമാണ്. കാരണം എന്താ, പൈസ അയാൾ പറഞ്ഞു എനിക്ക് ഇഷ്ടം പോലെ ദൈവം തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വാങ്ങുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും പൈസ തന്നാൽ വാങ്ങിക്കണം. മാറ്റി എനിക്ക് തന്നേ, അല്ലെങ്കിൽ പാവങ്ങൾക്ക് കൊടുക്ക്. ഉള്ളവരല്ലേ തരുന്നത്. 500 രൂപ കൊടുത്താൽ ഒരു കുടുംബം കഴിയുമെന്ന് ഒരു വീടിന് ഒരു അപ്പനും അമ്മയും അവരുടെ മകളും 2 മക്കളും, എത്രയായപ്പം 3 2 5 പേര് ചേർന്ന ഒരു വീട്ടിലുള്ള ഒരു കുടുംബം എന്നോടൊന്ന് സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഒരു മാസം കഴിയാൻ എത്ര രൂപ വേണം? അപ്പോൾ പറഞ്ഞു, ബ്രദർ 20 രൂപയുണ്ടെങ്കിൽ ഒരു ദിവസം കഴിയാം. ഞാൻ പറഞ്ഞു, ഞാൻ തരാം. ഞാൻ ആരോടോ പറഞ്ഞു 600 രൂപ വെച്ച് ആ വീട്ടിന് കൊടുക്കാൻ തുടങ്ങി. അവർ സന്തോഷത്തോടെ ജീവിച്ചു, പിള്ളേരെ പഠിപ്പിച്ചു, പിന്നെ കുറച്ചൊക്കെ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. 600 രൂപ കൊണ്ട്. അപ്പോൾ നീ 500 600 രൂപ ഒരു വീട്ടിൽ കുടുംബത്തിന് കൊടുത്താൽ അവർ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകം ശ്രദ്ധിക്കുക സഹോദരന്മാർ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാര്യമാരുടെ അനുവാദത്തോടെ, ഇല്ലെങ്കിൽ പറയും നീ മറ്റേ വീട്ടിൽ ചെലവിന് കൊടുക്കാൻ പോയെന്ന്. അതുകൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടെയാണ് ആ വീട്ടിൽ പോയി ആദ്യം കണ്ടത്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒരു വീട് വെച്ച് കൊടുക്കാൻ, ഒരു നിവൃത്തിയില്ലാത്തവനെ കൊടുക്കാൻ. അതുപോലെ തന്നെ ഗുരുകുലം എന്നൊരു പരിപാടി ഞങ്ങൾ ചെയ്യുന്നു. പാവപ്പെട്ട പിള്ളേർക്ക് ഫ്രീ ട്യൂഷൻ, അവരൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ. ഒരു ഗ്രാമത്തിൽ ഒരു വർഷം 3 ആത്മഹത്യ നടന്നു. 3 ആത്മഹത്യകളും ക്രിസ്ത്യാനികളാണ്. അവരെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ ഒരുപാട് തരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ നോക്കി, പറ്റിയില്ല. അവസാനം അവിടുത്തെ കുട്ടികളെ ഉത്സാഹിപ്പിക്കാനായിട്ട് ഒരു 112 പിള്ളേർ ചേർന്ന്
അവരെ 1-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെ ഉൾപ്പെടെ ഒരു ഫ്രീ ട്യൂഷൻ, ചിലവുള്ള കാര്യമാണ്. അതിനെല്ലാം ടീച്ചേഴ്സിനെ വെച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ ലക്ഷ്യം ഒരു 10 വർഷം കഴിയുമ്പോൾ ആ ഗ്രാമത്തിൽ ഒരു ലിബറേഷൻ ഉണ്ടാകും, ഒരു വിമോചനം ഉണ്ടാകും. ഹല്ലേലൂയ. കാരണം നമ്മളൊക്കെ ജീവിച്ച് വളർന്നത് അങ്ങനെയാണ്, നിവൃത്തിയില്ലാതെ. സ്കൂളിൽ പോയാൽ നേരെ പഠിപ്പിക്കത്തില്ല അധ്യാപകന്മാർ. അപ്പോൾ എല്ലാ അധ്യാപകന്മാരും അല്ല, സ്റ്റാൻലി സാറ് നല്ല സാറാ കേട്ടോ. അപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളിലെ ആൾ പറഞ്ഞ പോലെ ഗവൺമെൻറ് ജോലി കിട്ടി, ഇനി വേണം വിശ്രമിക്കാനെന്ന്. അപ്പോൾ ഉത്തരവാദിത്വമില്ല. അപ്പോൾ നല്ല പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. അപ്പം അങ്ങനെയുള്ള ചെറിയ കുട്ടികളെ, പ്രത്യേകിച്ച് പാവപ്പെട്ട പിള്ളേരെ ഗൗനിക്കത്തില്ല, ശ്രദ്ധിക്കത്തില്ല, അല്ലേ? വലിയവൻ്റെ മക്കളെയൊക്കെ ശ്രദ്ധിക്കും, അവരെയൊക്കെ പുകഴ്ത്തി പറയും, വലിയ കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ പാവപ്പെട്ടവനാരെ വകവയ്ക്കും, പാവപ്പെട്ടവൻ്റെ വീട്ടിൽ നിന്ന് വന്നാൽ. അപ്പം അങ്ങനെയുള്ള പിള്ളേരെ കണ്ടുപിടിച്ച് അവർക്ക് ഫ്രീ ട്യൂഷൻ കൊടുത്ത് അവരെ അപ്ലിഫ്റ്റ് ചെയ്യുക ഒരു നല്ല കാര്യമാണ്. നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുക. ജോലിയില്ല, തൊഴിലില്ല എന്ന് നടക്കുന്ന യുവജനങ്ങൾ ഇതൊക്കെ ചിന്തിക്കണം. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ലക്ഷക്കണക്കിന് വാക്കൻസി ഒഴിഞ്ഞു കിടക്കുകയാണ്. ഹല്ലേലൂയ. ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുവാൻ, ദൈവരാജ്യം പണിയുവാൻ. പിന്നെ വേറൊരു കാര്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വൊക്കേഷണൽ ട്രെയിനിങ്, ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. കുറേ പേരെ ഒരു തയ്യൽ സ്കൂള്, എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെട്ടെന്നറിയാം. ഒരു കമ്പ്യൂട്ടർ സ്കൂൾ തുടങ്ങി, 1 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് പിള്ളേരിറങ്ങി. ഇന്ന് അവരുടെ ഒരു ഫെയർവെൽ പ്രോഗ്രാമായിരുന്നു. എന്നെയും വിളിച്ചു, ഞാനും പോയി. ഒരു ഹൈന്ദവ നായർ കുടുംബത്തിൽ നിന്ന് പഠിക്കുന്ന ഒരു കുട്ടി ആ പ്രോഗ്രാമിലൊരു പാട്ട് പാടി. മുമ്പ് വന്നിട്ട് വളരെ സുന്ദരമായി, മറവിടമായി എനിക്കേശുണ്ട്, ആ പാട്ട് പാടി. പുസ്തകം നോക്കിയിട്ടൊന്നും അല്ല, എനിക്ക് പോലും പുസ്തകം നോക്കാതെ പാടാൻ അറിയത്തില്ല. ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ പറഞ്ഞു, മതി കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം, ഈ സാക്ഷ്യം മാത്രം എനിക്ക് മതി. അവൾ കമ്പ്യൂട്ടർ പഠിച്ച് ആശ്രമത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ മറവിടമായി എനിക്ക് യേശുവുണ്ടെന്നുള്ളൊരു പാട്ട് ഹൃദയത്തിൽ കിടന്ന അത് അവളിൽ പ്രവർത്തിച്ചോളും. അങ്ങനെ എത്രയോ പേര്, എത്രയോ പിള്ളേർ, എളിയവർ SSLCക്ക് 486 മാർക്ക് വാങ്ങിച്ചിട്ട് SSLCക്ക് ഇപ്പം 10-ാം ക്ലാസ്സിൽ അടുത്ത് +1 പഠിക്കാൻ നിവൃത്തിയില്ലാതെ, അയക്കാൻ നിവൃത്തിയില്ലാത്തൊരു കുട്ടിയായിരുന്നു ആ കുട്ടി. നമ്മൾ 486 മാർക്കൊക്കെ വാങ്ങി പാസ്സായാൽ അല്ലേ, 600 മാർക്കിന് എത്ര % ഡിസ്റ്റിങ്ഷൻ കഴിഞ്ഞല്ലേ? ഡിസ്റ്റിങ്ഷൻ എടുത്ത് പാസ്സായ കുട്ടിക്ക് +1 ചേർത്ത് ജാതി കൂടിയതായതുകൊണ്ട് അവരുടെ കോൺസെപ്റ്റ് അനുസരിച്ച് ഒരു അഡ്മിഷൻ കിട്ടിയില്ല. പക്ഷേ എളിയവരാണ്, പഠിക്കാൻ നിവൃത്തിയില്ല. അപ്പോഴാണ് ആശ്രമത്തിൽ വന്ന് ചേരുന്നത്. ഇങ്ങനെ എത്രയോ പേര് നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ കഴിയും. യേശുവിൻ്റെ സുവിശേഷവും പ്രവൃത്തിയിലൂടെ കൊടുക്കാൻ കഴിയും. നമ്മുടെ ചുറ്റുപാടും അങ്ങനെയുള്ളവരുണ്ട്. ദിവസം ആഹാരം കഴിക്കാനില്ലാത്തവരുണ്ട്. ഇപ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ചില കുടുംബങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ചില കുടുംബങ്ങൾ, ഇവിടെ മാത്രമല്ല, നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ. ഒരു കുടുംബത്തെ ഞാൻ പറയാം, ഒരു ഉദാഹരണം പറയാണ്. ഒരു അപ്പനും അമ്മയും 2 മക്കളും. 2 മക്കളും മെൻ്റൽ പേഷ്യൻസ്, ഇടയ്ക്കിടയ്ക്ക് മെൻ്റൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അമ്മ ഹാർട്ട് രോഗി, അപ്പൻ കൊത്തൻ മേസ്ത്രി ആയിരുന്നു. ഒരു വീട് പണിതുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൻ്റെ മുകളിൽ കയറിയിരിക്കുമ്പോൾ താഴെ വീണ് നടുവൊടിഞ്ഞു. കുറേ നാളത്തെ ചികിത്സ കൊണ്ട് ഇപ്പോൾ വടിയൂന്നി പതുക്കെ പോകും. വരുമാന മാർഗമില്ല. ആ ഒരു കുടുംബത്തെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചു. ഇങ്ങനെ എത്രയോ കുടുംബങ്ങൾ. ഒരു വീട്ടിലാണെങ്കിൽ 2 പെൺമക്കൾ, അപ്പൻ മരിച്ചുപോയി, അമ്മയുണ്ട്, അമ്മ ആസ്മ രോഗി. സുഖമുള്ളപ്പോൾ റബ്ബർ ടാപ്പിങ്ങിന് പോയി 10 രൂപ കിട്ടും. ടാപ്പിംഗ് അല്ല, റബ്ബർ കറ എടുക്കുന്നത് ജോലി. ദിവസം 10 രൂപ കിട്ടും 2 മക്കളെ പോറ്റാൻ. അങ്ങനെയുള്ളൊരു കുടുംബം. അസുഖം വരുമ്പോൾ, ആസ്മ രോഗിയാണ്, ആസ്മ രോഗം വരുമ്പോൾ ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കുടുംബത്തിന് 500 രൂപ മാസം വെച്ച് കൊടുത്താൽ ആ കുടുംബങ്ങൾ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്തിൽ ജീവിക്കും. ഇങ്ങനെയുള്ള കുടുംബങ്ങളെ കണ്ടുപിടിച്ച് ആ കുടുംബങ്ങളുടെ കംപ്ലീറ്റ് ബയോഡേറ്റ ഉണ്ടാക്കി ഉണ്ടെന്ന് തോന്നുന്നവരുടെ കൈ കൊടുക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങളുടെ ജോലി ഇങ്ങനെയുള്ള കുടുംബങ്ങളെ 500 600, എനിക്ക് തോന്നുന്നു ഒരു 500നും 1000നും ഇടയിൽ രൂപ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പേഴ്സ് ഓഫ് ദ ഫാമിലി, മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് നമ്മളെ തന്നെ ഏൽപ്പിക്കണമെന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തന്നെ നേരിട്ട് മാസത്തിൽ ഒരിക്കൽ 10-ാം തീയതി ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും കൊണ്ട് നിങ്ങളുടെ വണ്ടിയിലോ കാറിലോ അവിടെ പോയി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്ത് അവരോട് ഒരുമിച്ചിരുന്നൊരു ചായ കുടിച്ച് സംസാരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വരിക. ഒരു 600 രൂപ ചിലവഴിച്ചാൽ മതി. അവർക്ക് ആ മാസം ആവശ്യമുള്ള എണ്ണയും അരിയും അതും ഇതുമെല്ലാം. നിങ്ങളിൽ അവർ യേശുവിനെ കാണും. ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെ 1-2 ഫാമിലികളെ ഏറ്റെടുക്കാൻ പറ്റുകയാണെങ്കിൽ 1-2 ഫാമിലികളെ ഏറ്റെടുക്കുക. അഡോപ്റ്റിംഗ് ഫാമിലീസ്. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് കുറേ ഫാമിലികളെ പരിചയപ്പെടുത്തി തരാം. നിവൃത്തിയില്ല, നിങ്ങൾ പോയി കണ്ട് തൃപ്തി അടഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്താൽ മതി. പോകാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ കൊടുക്കാം. പക്ഷേ വി വിൽ ഗീവ് ദ കംപ്ലീറ്റ് ബയോഡേറ്റ ഓഫ് ദ ഫാമിലി ഇൻ യുവർ ഹാൻഡ്. നിങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
കരുതാം. ഇതൊരു സിസ്റ്റം, ഫാമിലി അഡോപ്ഷൻ. അതുപോലെ ഒരു കാര്യം നിങ്ങൾ തീരുമാനമെടുക്കണം. ഈ ഭിക്ഷ കൊടുക്കുന്നത് നല്ലതാണ്, പക്ഷേ അതൊരു സോഷ്യൽ ഈവിളായി മാറുന്നത് കൊണ്ട് കർത്താവ് പറഞ്ഞ ഭിക്ഷ കൊടുപ്പിൻ. പക്ഷേ ഭിക്ഷ വേറെ, സഹായം വേറെ. ഭിക്ഷ കൊടുക്കും നമ്മൾ 2 രൂപ കൊടുക്കും, അല്ലെങ്കിൽ 5 രൂപ കൊടുക്കും. ഞാൻ പറഞ്ഞത് ഭിക്ഷ കൊടുക്കുന്നതിലുപരി സോളിഡായിട്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക. ഒരു കുടുംബത്തിന് സഹായിക്കാൻ, അവനെ താങ്ങി നിർത്താനായിട്ട്, ഒരു മക്കളെ പഠിപ്പിക്കാൻ, വിദ്യാഭ്യാസം ചെയ്യാൻ ആഗ്രഹമുള്ള പക്ഷെ പഠിക്കാൻ നിവൃത്തിയില്ല, അവനെ സോളിഡായിട്ട് എന്തെങ്കിലും സഹായിക്കുക. കാണുന്നവർക്കൊക്കെ ഭിക്ഷ ഇട്ടിട്ട് പോകുന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല എന്ന് ഞാൻ പറയുക. പക്ഷെ കൊടുക്കുന്ന തെറ്റല്ല. പിന്നെ അതുപോലെ തന്നെ ഒരു തീരുമാനമെടുക്കുക. നമ്മൾ ഇന്ന് ഈ വചനമെല്ലാം കേട്ടിട്ട് പോയതിന് ശേഷം സുവിശേഷം പ്രസംഗിക്കാൻ സഹായിക്കണം, ദൈവവേലയ്ക്ക് കൊടുക്കണം, മിഷണറി വേലയെ സഹായിക്കണം. പക്ഷെ ഒരു കാര്യം, എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് ഒരാളിനെയെങ്കിലും സഹായിച്ചിട്ടേ ഉറങ്ങൂ എന്ന് തീരുമാനിക്കുമോ? ഒരാളിനെയെങ്കിലും എന്തെങ്കിലും ഒരു സഹായം, അറ്റ്ലീസ്റ്റ് അവരൊന്ന് പോയി കണ്ടൊരു ആശ്വാസവാക്ക്, കയ്യിൽ കാശുണ്ടെങ്കിൽ കൊടുക്കാൻ, റോഡേ പോകുന്നവന് കൊടുക്കാൻ, ഒരു മാസത്തെ ഭക്ഷണം കഴിക്കാൻ കൊടുക്കാൻ, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ. ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. പക്ഷേ അത് ചെയ്തേ തീരൂ എന്നാണ് യേശു പഠിപ്പിക്കുന്നത്. പല കാരണങ്ങളാലാണ് മനുഷ്യൻ ഒപ്രസഡായി പോയത്. നമ്മളെപ്പോലെ സമസൃഷ്ടങ്ങളാണ്. നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും മകനാവൻ, നമ്മുടെ സ്വന്തം സഹോദരനാണവൻ, സഹോദരിയാണവൻ. അവനങ്ങനെ ആയിപ്പോയതാണ്, പല കാരണങ്ങളാലായിരിക്കാം. And we, the church of God, the believers of Jesus, the followers of Christ, the disciples of Guru, we have a responsibility to look after the oppressed and dejected society for the extension of the kingdom of God. എന്നാൽ മാത്രമേ ദൈവരാജ്യം വരൂ സഹോദരി സഹോദരന്മാരെ. പ്രസംഗം കൊണ്ട് മാത്രം വരത്തില്ല. നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ മഹാരാഷ്ട്ര നാഗ്പൂർ രാഷ്ട്രം തുടങ്ങിയ ആസ് എ റോൾ മോഡൽ ടു ഹെൽപ്പ് എ സൊസൈറ്റി. ഒരുപാട് പേര് നമുക്ക് സഹായിക്കാൻ ആഗ്രഹമുണ്ട്, കഴിയുന്നില്ല. അറ്റ്ലീസ്റ്റ് എ വില്ലേജ്, ഒരു വില്ലേജിനെ ദത്തെടുക്കുക, അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. അതേസമയം സത്യസുവിശേഷവും ശക്തമായി പറയാൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഓരോ സഭകളും ഓരോ വിശ്വാസികളും അറ്റ്ലീസ്റ്റ് ഇവിടെ ഇരിക്കുന്നവരെങ്കിലും തീരുമാനിച്ചാൽ വലിയ മാറ്റം ദൈവരാജ്യം ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഭാഗവാക്കുകളായി പ്രവർത്തിക്കാൻ സാധിക്കും. ഒന്ന്, ദൈവരാജ്യം പ്രസംഗിക്കുക, യേശുവിൻ്റെ ഉപദേശം പ്രസംഗിക്കുക, യേശുവിൻ്റെ ഉപദേശം പഠിപ്പിക്കുക, യേശുവിൻ്റെ ഉപദേശം പ്രാക്ടീസ് ചെയ്യുക. 2, പ്രവർത്തിക്കുക, സിമ്പിൾ ലൈഫ് നയിക്കുക. എത്രത്തോളം ചെലവ് ചുരുക്കാമോ ചെലവ് ചുരുക്കുക, കൂട്ടിവെക്കുന്നത് കുറയ്ക്കുക, കഴിയുമെങ്കിൽ ഒഴിവാക്കുക. തീർച്ചയായിട്ടും ഒഴിവാക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. അത് കുറച്ച് സാധിക്കും. ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ, ഡോക്ടർമാർ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ശക്തമായി എഫക്റ്റീവായി ദൈവവേല ചെയ്യാൻ കഴിയുന്നത് ഡോക്ടേഴ്സിനാണ്. അതുകൊണ്ട് യങ് ഡോക്ടേഴ്സിനെ ഞാൻ വിളിക്കുന്നു. യങ് ഡോക്ടേഴ്സ്, പ്രത്യേകിച്ച് MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ വളരെയധികം ഇൻസ്പയർ ചെയ്യാറുണ്ട്. ഞാൻ കേട്ടു, ഒരു ഡോക്ടർ ആന്ധ്രാപ്രദേശിൽ ഒരു ഡോക്ടറായിരുന്ന ഒരു വ്യക്തി അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി ജീവിച്ച് പ്രവർത്തിച്ചു ഡോക്ടറായിരുന്ന അദ്ദേഹം മരിച്ചപ്പോൾ അവിടുത്തെ ആദിവാസികളായ ആൾക്കാർ അദ്ദേഹത്തെ അടക്കാൻ സമ്മതിച്ചില്ല. 3 ദിവസം വച്ചിരുന്നു ഡെഡ് ബോഡി. അവർ പറഞ്ഞു, ഇത് ദൈവമാണ്, ഞങ്ങളുടെ ഈ ദൈവം ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞു വെച്ചിരുന്നു. അവസാനം പോലീസ് ഇടപെട്ടാണ് ആ ഡോക്ടറെ ശവശരീരം അടക്കിയത്. അവർക്കൊരാശ്വാസമാണ്. കർത്താവ് പറഞ്ഞു, രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. എവിടെയാണ് രോഗി? രോഗി പാവപ്പെട്ടവൻ്റെ ഇടയിലാണ്. മറ്റിടയിൽ രോഗികളുണ്ട്, അവർക്ക് വൈദ്യന്മാരുണ്ട്. എന്നാൽ വൈദ്യന്മാരില്ലാത്ത രോഗികളുണ്ട്. എഫക്റ്റീവായി യേശുവിനെ പ്രസന്റ് ചെയ്യാൻ കഴിയുന്നത് ഡോക്ടേഴ്സിനാണ്. അതുകൊണ്ട് ഡോക്ടർമാരെ, ഞാൻ നിങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ആഹ്വാനം ചെയ്യുന്നു, എളിയവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, കടന്നു പോകാൻ. എനിക്കറിയാം, അങ്ങനെ പ്രവർത്തിക്കുന്ന താഴ്മയുള്ള ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട്. അതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ വടക്കേന്ത്യയിൽ പല ഭാഗങ്ങളിൽ പോകുമ്പോഴും അങ്ങനെയുള്ള ഡോക്ടർമാരെ കാണാറുണ്ട്. പക്ഷേ അനേകം പേർ വരേണ്ടിയിരിക്കുന്നു. ആവശ്യം വളരെ വലുതാണ്, കൊയ്ത്ത് വളരെ വലുത്, വേലക്കാർ ചുരുക്കം. അതുപോലെ എളിയവരെ ശുശ്രൂഷിക്കാൻ കഴിയുന്ന വേറൊരു കാര്യമാണ് അഡ്വക്കേറ്റ്. ഇവിടെ എത്ര അഡ്വക്കേറ്റ്സ് ഉണ്ട്? വക്കീലന്മാർ എത്ര പേരുണ്ട്? ഒന്ന് കൈയുയർത്തി. ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിലും കൈയുയർത്തത്തില്ലായിരിക്കും അല്ലേ? വെളിയിലുണ്ട്. വെളിയിൽ 2 അഡ്വക്കേറ്റുമാരുണ്ട്, എനിക്കറിയാം. വോളണ്ടിയേഴ്സായിട്ട് നിൽക്കുന്നവരുണ്ട്. അഡ്വക്കേറ്റ്സിനോട് ഞാൻ പറയുന്നു, ഞങ്ങൾ ആശ്രമത്തിൽ ഒരു ഫ്രീ ലീഗൽ എയ്ഡ് തുടങ്ങിയിട്ടുണ്ട്. ഈ പാവപ്പെട്ടവർ അടിച്ചമർത്തപ്പെടുന്നുണ്ട്. അവർക്ക് അഡ്വക്കേറ്റിനെ കാണാനോ പോകാനോ ഒന്നും പൈസയില്ല. അതുകൊണ്ട് എന്താ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, സാധുക്കൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് കേസ് ന്യായമായി വാദിച്ചു കൊടുക്കുക. അവർ കോടതിയിൽ കേസിൽ കുടുങ്ങിയിരിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമില്ല, നമ്മളവരെ സഹായിക്കണം. അവർക്ക് വേണ്ടി കടന്നു പോകണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം.
പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. നിങ്ങൾക്കൊരു LLB ഡിഗ്രി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കേസ് വാദിക്കാൻ അറിയാമെങ്കിൽ, എളിയവർ ഒപ്രസ് ചെയ്യപ്പെടുന്ന മേഖലകളിൽ നിങ്ങൾ പോയി അവരെ സഹായിക്കണം, സൗജന്യമായിട്ട് സഹായിക്കണം, നീതിക്ക് വേണ്ടി നിൽക്കണം. യേശു കർത്താവ് നിങ്ങളോടൊപ്പം നിൽക്കും. ഇങ്ങനെ നിങ്ങളുടെ മേഖല ഏതാണെങ്കിലും എളിയവർക്ക് വേണ്ടി നിൽക്കുവാൻ, ദൈവരാജ്യം പ്രസ്താവിക്കപ്പെടുവാൻ, യേശുവിൻ്റെ സുവിശേഷം പറയാൻ, അങ്ങനെ ആത്യന്തികമായി നിത്യജീവനിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുവാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങളും ശുശ്രൂഷകളും പ്രവൃത്തിയിലൂടെ ഇടയാകും. അതിനുവേണ്ടി നമ്മൾ മുമ്പിലേക്ക് വരണം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരശുശ്രൂഷ എല്ലാം കഴിഞ്ഞ അവസാനമായിട്ട് പൗലോസ് പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, യോഹന്നാൻ സുവിശേഷം 21-ാം 15 മുതലുള്ള വാക്യത്തിൽ പത്രോസ് മീൻ പിടിക്കാൻ പോയി. പിന്നെയും പത്രോസിനെ കർത്താവ് കണ്ടുപിടിച്ചു, തിരിച്ചു കൊണ്ടുവന്നിട്ട് പത്രോസിനോട് ചോദിക്കുകയാണ്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 പ്രാവശ്യം ചോദിച്ചു. 3 പ്രാവശ്യം ചോദിച്ചപ്പോഴും പത്രോസ് പറഞ്ഞു, അതെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ. 3 പ്രാവശ്യം ചോദിച്ചപ്പോഴും കർത്താവ് മറുപടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ ആടുകളെ നീ മേയ്ക്കുക, ഈ ആടുകളെ പരിപാലിക്കുക. Tend my sheep, Simon Peter. Do you love me more than this? Truly do you love me? യഥാർത്ഥത്തിൽ നീ എന്നെ സ്നേഹിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Yes Lord, I love you. മറുപടി പറഞ്ഞപ്പോൾ പറയുകയാണ്, അങ്ങനെയെങ്കിൽ എൻ്റെ ആടുകളെ നീ പരിപാലിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക. Tend my sheep. ആരാണ് കർത്താവിൻ്റെ ആടുകൾ? യോഹന്നാൻ സുവിശേഷം 10 പറയുന്നു, ഈ തൊഴുത്തിൽ പെടാത്ത ആടുകളും എനിക്കുണ്ട്, എല്ലാം കൂടെ ചേർത്ത് ഒരു ഇടയനും ഒരു ആട്ടിൻകൂട്ടവുമാകും. അതാണ് എൻ്റെ ദർശനം. കർത്താവിൻ്റെ ആടെന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യർ. അവരെ മേയ്ക്കണം, അവരെ നയിക്കണം, അവരെ തീറ്റിപ്പോറ്റണം എന്നുള്ളത് കർത്താവിൻ്റെ ഭാരം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇടയനില്ലാത്ത ആടുകളെപ്പോലെ തെറ്റിച്ചിന്നിവരായി കണ്ടിട്ട് അവൻ മനസ്സലിഞ്ഞു എന്ന് മത്തായി സുവിശേഷം 9:36 പറയുന്നത്. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കമെന്ന് കർത്താവ് പറയുന്നത്. നമ്മുടെ ചുറ്റുപാടും വലിയ സമൂഹം നിൽക്കുന്നു സഹോദരങ്ങളെ, സഹായം തേടിക്കൊണ്ട് അവരെ സഹായിക്കാൻ നമുക്ക് കഴിയും. കർത്താവ് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ ഈ രാത്രിയിൽ? അതെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ കർത്താവ് പറയാണ്, സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ ആടുകളെ നീ മേയ്ക്ക്. പത്രോസേ, പ്ലീസ് ടെൻഡ് മൈ ഷീപ്പ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശയോട് ദൈവം ചോദിക്കും ഇതേ ചോദ്യമാണ്. അവിടെ മോശയെ വിളിച്ച് ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ കൽപ്പിച്ചാക്കി എന്ന് പറയുന്നിടത്ത് ഒരു ദൈവദാസനോട് പറഞ്ഞത്, അദ്ദേഹം ഹീബ്രു ഭാഷയിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്, ഒരു സെമിനാരിയിൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രൊഫസറാണ് അദ്ദേഹം, ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ HOD ആണ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം കൽപ്പിച്ചു എന്ന് പറയുന്ന രീതിയിലല്ല ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഹീബ്രു ഒറിജിനൽ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ദൈവം അപേക്ഷിച്ചു എന്നാണ്. അപേക്ഷിച്ചു. ദൈവം മോശയെ വിളിച്ച് ചോദിച്ചു, മോശയെ, 430 വർഷമായി എൻ്റെ ജനം ബന്ധനത്തിലായിരിക്കുന്നു, എൻ്റെ ജനത്തിൻ്റെ നിലവിളി എൻ്റെ കയ്യിലെത്തിയിരിക്കുന്നു, എൻ്റെ ചെവിയിലെത്തിയിരിക്കുന്നു, എൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു. മോശയെ, നീ പോയി എൻ്റെ ജനത്തെ വിടുവിക്കുമോ? എൻ്റെ ജനത്തെ നീ വിടുവിക്കുമോ മോശയെ? പ്ലീസ്. മോശ പറഞ്ഞു, പറ്റത്തില്ല. 3 പ്രാവശ്യം പിന്നെയും പറഞ്ഞു, പ്ലീസ് മോസസ്, can you go and deliver my people? പ്ലീസ്, പോയി എൻ്റെ ജനത്തെ വിടുവിക്ക്. ദൈവത്തിൻ്റെ ഹൃദയം തുടിക്കുകയാണ്. അതേ ചോദ്യമാണ് കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നത്. പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ പോയി എൻ്റെ ജനത്തെ, എൻ്റെ ആടുകളെ മേയ്ക്ക്. യെശയ്യാ 6 പറയുന്നത് അതാണ്. ആരെനിക്ക് വേണ്ടി പോകും? ആരെ ഞാൻ അയക്കണം? ആര് പോകും? Who will go for us and whom shall I send? ഇന്ന് രാത്രി ഈ ഉപദേശം നിങ്ങൾ കേട്ട് ഈ പോളിയോ ഹോം ഹാളിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഒരു തീരുമാനത്തോടെ യേശുവിൻ്റെ ഉപദേശം കേട്ടു, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരാളിനെങ്കിലും സഹായിച്ചിട്ട് ഞാൻ ഉറങ്ങത്തുള്ളൂ ഒരു രാത്രിയിൽ. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ഉറങ്ങാൻ തുടങ്ങിയാലുണ്ടല്ലോ, നിങ്ങളുടെ ബ്ലഡ് പ്രഷർ മാറും, ഡയബറ്റിക് മാറും, ഹൃദയരോഗവും മാറിപ്പോകും. നിങ്ങൾ സമാധാനത്തോടെ ഉറങ്ങും. ഹല്ലേലൂയ. സംതൃപ്തിയോടെ ഉറങ്ങും. തൃപ്തി തോന്നും നിങ്ങൾക്ക്. ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നത് യേശു ആയിരിക്കാം, ആർക്കറിയാം, അല്ലേ? 2 ദിവസം മുമ്പ് ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. രാത്രി ഞങ്ങൾ 3 പേരായിട്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഞാനും വേറെ കൂടെ 2 സഹോദരന്മാരും വന്നപ്പോൾ രാത്രി 11 മണിക്ക് ഒരാളോടെ നിൽക്കുന്നു, കൈ നീട്ടുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വരിക. അപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെയുള്ള ഒരാൾ 2 രൂപ എടുത്ത് കൊടുത്തു. ഞാൻ പേഴ്സ് എടുത്തിട്ടില്ല. പേഴ്സ് എടുക്കാത്തത് എപ്പോഴും നല്ലതാണ്, ഇല്ലെന്ന് പറയാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദര, ഒരുപക്ഷേ ഇദ്ദേഹം യേശു ആയിരിക്കാം, ആർക്കറിയാം. ഭക്ഷണം കഴിച്ചോ? ഇല്ല. ഞാൻ പറഞ്ഞു, ഭക്ഷണം കഴിക്കാനുള്ള പൈസ കൊടുക്കാം, അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് പോയി വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ പറഞ്ഞു, വാങ്ങിച്ചു തരേണ്ട, എനിക്ക് പൈസ തന്നാൽ മതി. ഒരു നേരം അപ്പോൾ പറഞ്ഞു, മറ്റവൻ പറഞ്ഞു, ചിലപ്പോൾ വെള്ളം അടിച്ച് കളയും. ഞാൻ പറഞ്ഞു, വെള്ളം അടിക്കണമെങ്കിൽ അതായത് ഭക്ഷണം കഴിക്കട്ടെ പോയി. ആർക്കറിയാം, യേശു കർത്താവ് എന്തായാലും വെള്ളം അടിക്കത്തില്ലല്ലോ. കൊടുത്തു വിടവന്. ഒരുത്തൻ കൈനീട്ടൽ ഒരുപക്ഷെ കർത്താവായിരിക്കാം, ആർക്കറിയാം.
നിന്റെ വീട്ടിൽ വന്ന് കതക് തട്ടുന്ന ഒരുപക്ഷെ കർത്താവായിരിക്കാം. 2 രൂപ കൊടുത്ത് വിടുന്നതിനേക്കാൾ ചോദിക്കണം, നീ ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം വേണോ? ചോദിച്ചൂടെ നമുക്ക്? വസ്ത്രം വേണോ? അവൻ കൊണ്ടുപോയി വസ്ത്രം വിറ്റുകളയുമായിരിക്കാം. വിൽക്കട്ടവൻ, ഉണ്ടെങ്കിൽ കൊടുക്ക്. ഞാൻ പണ്ട് വിചാരിച്ചത് എല്ലാവർക്കും അങ്ങനെ കൊടുത്തു കളയരുതെന്നാണ്. അപ്പോൾ കർത്താവിനൊരു കാര്യം പഠിപ്പിച്ചു. കർത്താവ് പറഞ്ഞ വിതയ്ക്കുന്നവൻ്റെ ഉപമ നോക്കുക. കർത്താവ് പറഞ്ഞു, വിതയ്ക്കുമ്പോൾ പലയിടത്തും വീഴും. ചിലത് വഴിയരികെ വീഴും, ചിലത് പാറപ്പുറത്ത് വീഴും, ചിലത് മുള്ളിനിടയിൽ വീഴും. കുറച്ച് മാത്രമേ നല്ല നിലത്ത് വീഴുള്ളൂ. അതുകൊണ്ട് നല്ല നിലം കണ്ടിട്ടേ വിതയ്ക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. വിതയ്ക്കാൻ പറ്റത്തില്ല. അവസരം കിട്ടുമ്പോഴൊക്കെ വിതയ്ക്കുക. ഹല്ലേലൂയ. ആരെല്ലാം നിന്റെ മുമ്പിൽ കൈനീട്ടി വരുന്നോ, വിതയ്ക്കുക. ഇത് കണ്ടുകൊണ്ട് ചൂഷണം ചെയ്യുന്നവരുണ്ട്, എനിക്കറിയാം. ചൂഷണം ചെയ്യുന്നവരുണ്ട്. പക്ഷെ നിനക്ക് കൊടുക്കാൻ തോന്നുമ്പോൾ, കൊടുക്കാനായിട്ട് നിനക്ക് അവസരം കിട്ടുമ്പോൾ, എൻ്റെ അഭിപ്രായം അനുസരിച്ച് കൊടുക്കുക. ഇല്ലാത്തവനെ കരുതുക. അവസാനമായിട്ട് ഒരു വാക്യം കൂടെ, ഗലാത്യർ 2-ാം അധ്യായത്തിൽ നമുക്കറിയാം, പത്രോസും പൗലൂസും യാക്കോബും എല്ലാവരും ഒരുമിച്ച് കൂടി. പൗലൂസ് ഒരു പുതു അപ്പോസ്തലൻ, പത്രോസും യാക്കോബും യോഹന്നാനും പഴയ അപ്പോസ്തലന്മാർ. പത്രോസിൻ്റെ ജോലി യഹൂദന്മാരുടെ ഇടയിൽ പ്രവർത്തിക്കുക, പൗലൂസിൻ്റെ ജോലി ജാതികളുടെ ഇടയിൽ പ്രവർത്തിക്കുക. അപ്പോൾ ഇവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി. ഇപ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും, കേഫായും യാക്കോബും യോഹന്നാനും, കേഫായും യാക്കോബും പ്രത്യേകിച്ച് പൗലൂസ് പറയുന്നത് അവർ സഭയുടെ തൂണുകളായിരുന്നു. ഗലാത്യ ലേഖനം 2-ാം അധ്യായം. ഇവർ രണ്ടുപേരും കൂടെ പൗലൂസിൻ്റെ അടുക്ക കാണാൻ വന്നു. പൗലൂസ് ട്രമൻഡസ് ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്നു, ഒരുപാട് പേരെ യേശുവിലേക്ക് കൊണ്ടുവരുന്നു. പത്രോസ് അദ്ദേഹത്തോട് സംസാരിച്ചു, പൗലൂസിനോട് 2 പേര് ഇരുന്ന് സംസാരിച്ചു. പറഞ്ഞു, പൗലൂസേ, നീ ജാതികളുടെ ഇടയിൽ പ്രവർത്തിക്കണം, ഞങ്ങൾ പരിച്ഛേദനക്കാരുടെ യഹൂദന്മാരുടെ ഇടയിൽ പ്രവർത്തിക്കും, നീ അഗ്രചർമ്മികളുടെ ഇടയിൽ പ്രവർത്തിക്കണം. ഓക്കെ, ദേ കെയിം ടു ആൻ അണ്ടർസ്റ്റാൻഡിങ്. നമുക്കിങ്ങനെ പ്രവർത്തിക്കാം. അവസാനം പറഞ്ഞവർ പിരിഞ്ഞപ്പോൾ പത്രോസ് തിരിച്ചു വന്ന് ഒരേ ഒരു കാര്യം പൗലൂസിനോട് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ എന്താ പറഞ്ഞതെന്ന്? അറിയാമെന്നുള്ളവർക്ക് അറിയാൻ ഉയർത്തി. 3-4 പേർക്കറിയാം. ഒരേ ഒരു കാര്യം പത്രോസ് വന്ന് തിരിച്ചു പറഞ്ഞു. പൗലൂസേ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. നീ ഒരുപക്ഷെ വലിയ മിടുക്കനാകും, കാരണം നിനക്ക് തത്വശാസ്ത്രം അറിയാം, നിനക്ക് പല ഭാഷകൾ അറിയാം, യവനന്മാരോട് സംസാരിക്കാൻ അറിയാം, നീ മിടുക്കനാകും, നിനക്ക് വലിയൊരു ഭാവിയുണ്ട് പൗലൂസേ. പക്ഷെ നീ വലിയ മിടുക്കനാകുമ്പോൾ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദരിദ്രന്മാരെ ഓർത്തുകൊള്ളണം. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്, ഡു നോട്ട് നെഗ്ലക്റ്റ് ദ പുവർ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, പത്രോസിന് അതെങ്ങനെ പറയാൻ കഴിഞ്ഞു? എന്താണ് പത്രോസിനെ പറയാൻ പ്രോംപ്റ്റ് ചെയ്തത്? പത്രോസ് ഇങ്ങനെ പറഞ്ഞിരിക്കും, പൗലൂസേ, ദരിദ്രന്മാരെ നീ ഓർക്കണം, നീ എത്ര വലിയ അപ്പോസ്തലനായാലും. പൗലൂസ് അതുകൊണ്ട് പറയുന്നു, കേഫായും യാക്കോബും എന്നെ കാണാൻ വന്നപ്പോൾ ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, അത് ഇതായിരുന്നു, ദരിദ്രന്മാരെ ഓർത്തുകൊള്ളണമെന്ന്. അത് ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചുമിരിക്കുന്നു. അത് എങ്ങനെയാണ് പത്രോസ് പറഞ്ഞതെന്നറിയാമോ? പത്രോസ് പറഞ്ഞിരിക്കും, പൗലൂസേ, എനിക്കറിയാം നമ്മുടെ ഗുരുവിനെ. എൻ്റെ ഗുരുവിനോട് 3.5 വർഷം നടന്നവനാണ് ഞാൻ. എൻ്റെ ഗുരു എവിടെയെല്ലാം വെച്ച് പാപങ്ങളെ കാണുമോ, സാധുക്കളെ കാണുമോ, ദരിദ്രന്മാരെ കാണുമോ, അവരെ കാണുമ്പോൾ നമ്മുടെ ഗുരുവിൻ്റെ ഹൃദയം തുടിക്കും പൗലൂസേ. അവരെ കാണുമ്പോൾ മനസ്സലിയും പൗലൂസേ. അതാണ് ഗുരുവിൻ്റെ സ്വഭാവം. നീ ഗുരുവിൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സാധുക്കളെ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് ഗലാത്യർ 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ കാണുന്നു. നിങ്ങൾക്ക് 9-ഉം 10-ലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, കൊടുക്കാൻ കഴിയുമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ കൊടുക്കുക. ഒരു ചോദ്യം ഞാനിവിടെ ചോദിക്കട്ടെ. ഒരാളിനോട് ചോദിച്ചതാ, ഈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളായി രക്ഷിക്കപ്പെട്ടവർക്കല്ലേ കൊടുക്കേണ്ടത്? ക്രിസ്ത്യാനികളായ പാവപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട പാവങ്ങൾക്കല്ലേ കൊടുക്കേണ്ടത്? മറുപടി, യേശു ധനവാനായ യുവാവിനോട് സംസാരിച്ചപ്പോൾ നിനക്കുള്ളതെല്ലാം വിറ്റ് ക്രിസ്ത്യാനിയായ ദരിദ്രന് കൊടുക്കണമെന്നല്ല പറഞ്ഞത്, ദരിദ്രന് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. യേശു കർത്താവ് ശമരിയക്കാരൻ്റെ ഉപമ പറഞ്ഞപ്പോൾ റോഡരികിൽ കിടന്നത് ഒരു ക്രിസ്ത്യാനിയാണെന്നല്ല പറഞ്ഞത്, റോഡരികിൽ കിടന്നത് ഒരു അന്യജാതിക്കാരനെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ യെരൂശലേമിൽ യെരിഹോവിലേക്ക് പോയി ആരുമായിക്കൊള്ളട്ടെ, അവൻ അടുക്കിലേക്ക് പോയത് ശമരിയക്കാരനായിരുന്നു, അന്യജാതിക്കാരനായിരുന്നു. ആ കിടന്നവൻ്റെ ജാതി പറയുന്നില്ല, എന്നാലും അവനാണ് ഒപ്രസർ, അവൻ ഏവനാണെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനിക്ക് മാത്രമല്ല കൊടുക്കേണ്ടത്. ഇനി രണ്ടാമത്, കൊടുക്കുമ്പോൾ 2-3 കാര്യങ്ങൾ. നമ്പർ 1, പലരും കൊടുക്കുന്ന പല വിധത്തിലാണ്. ഒന്നുകിൽ കൊടുക്കുന്നത് 3 തരത്തിൽ കൊടുക്കുന്നു. നമ്പർ 1, ഒന്ന് കൊടുക്കുന്നത് ഈ പ്രസംഗിക്കുന്ന ആളിനെ നോക്കിയിട്ടാണ്, ഞങ്ങൾ ബ്രദറിനെ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്, അല്ലേ? അങ്ങനെ പലരും കൊടുക്കുന്നവരുണ്ട്. രണ്ടാമത് കൊടുക്കുന്നത്
ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് വിചാരിച്ചിട്ട് കൊടുക്കുന്നവരുണ്ട്. ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി കൊടുക്കുന്നു. മൂന്നാമത് കൊടുക്കുന്നത് ദൈവവേലയ്ക്കെന്ന് പറഞ്ഞു കൊടുക്കുന്നു. നാലാമത് കൊടുക്കുന്നത് മനസ്സലിവ് കൊണ്ട് കൊടുക്കുന്നു. ഒരു മാനുഷിക പരിഗണനയിൽ കൊടുക്കുന്നു, മാനുഷിക സ്നേഹം കൊണ്ട് കൊടുക്കുന്നു. യേശു കൊടുക്കാൻ പഠിപ്പിച്ചത് മാനുഷിക പരിഗണനയിൽ കൊടുക്കാനാ. അവൻ മനുഷ്യനാണ്, അവൻ ആവശ്യമെന്നറിഞ്ഞു കൊടുക്കാനാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് ബ്രദറിനെ നോക്കിയല്ല കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നേതൃത്വത്തിന് അദ്ദേഹത്തിന് കൊടുത്തേക്കാം. ഇല്ലെങ്കിൽ ദൈവം എന്നെ അനുഗ്രഹിക്കും, രോഗം മാറ്റും, സൗഖ്യം മാറ്റും, എനിക്ക് പ്രശ്നങ്ങളൊക്കെ വരും, മാറ്റും, അതുകൊണ്ട് ദൈവം കൊടുത്തേക്കാം. എന്നെ മാനിക്കുന്നതിനെ ഞാനും മാനിക്കുമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങിക്കാം എന്ന് വിചാരിച്ചല്ല കൊടുക്കേണ്ടത്. അത് ദൈവത്തിന് അറിയാം നിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന്, അല്ലേ? കാര്യസാധ്യത്തിന് വേണ്ടി കൊടുക്കണം ദൈവത്തിനറിയാം. ഔട്ട് ഓഫ് ലവ് യു ഹാവ് ടു ഗീവ്. സ്നേഹം കൊണ്ട് കൊടുക്കുക. പൗലോസ് പറയുന്നു, ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കൺസ്ട്രെയിൻസ് മീ. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഹല്ലേലൂയ. അവന് കൊടുക്കുവാൻ അവനോടുള്ള എൻ്റെ സ്നേഹം, കർത്താവ് തന്ന അവനോടുള്ള സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അതാണ് നമ്മളെ നിർബന്ധിക്കേണ്ടത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ടൊരുങ്ങാം. പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സ്വർഗീയ കർത്താവേ, നല്ല ദൈവമേ, സമർപ്പിക്കാം നമുക്കെല്ലാവർക്കും. ഞങ്ങൾ കേട്ട വചനങ്ങളെല്ലാം അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുസരിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അതാണ് ഞങ്ങൾക്ക് ആവശ്യം അപ്പ. പറയാനും കേൾക്കാനും എളുപ്പവും സുഖവുമാണ്, ഞങ്ങൾക്കറിയാം. എന്നാൽ അത് പ്രാക്ടീസ് ചെയ്യാൻ പ്രയാസമാണ്. എന്നാൽ അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് കൃപ തരണമേ, അനുസരിച്ച് ജീവിക്കുവാൻ സഹായിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കണമേ. ഇന്നിവിടെ വന്ന് ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും ദൈവ സാന്നിധ്യം അയക്കണമെന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ദൈവം തൊടണമേ, തൊടണമേ, തൊടണമേ. പരിശുദ്ധാത്മാവിനാൽ തൊട്ട് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, വി വർഷിപ്പ് യു. ആരെങ്കിലും മനം തകർന്നവരായി വലിയ പ്രതീക്ഷയോടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് അവരെ തൊട്ട് ആശ്വസിപ്പിച്ചയക്കണമേ. കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് ഉണ്ട്, കർത്താവ് ഉണ്ട്. 2-3 പേർ കൂടുന്നെടുത്ത് കർത്താവ് ഉള്ളതിനാൽ സ്തോത്രം. നിന്റെ മക്കളെ തൊട്ട് വിടുവിച്ചയക്കണം കർത്താവ്. സംസാരിച്ചുകൊണ്ടേയിരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ചേർന്ന് പറയാം ആമേൻ.